ആക്ച്വലി ഈ പോഡ്കാസ്റ്റിന് ഭയങ്കര സപ്പോർട്ട് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെ കാണുന്നതും ഭയങ്കര സപ്പോർട്ടേഴ്സായിട്ടാണ്. നെടുംതൂണുകൾ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവരെ കണ്ടു തുടങ്ങിയപ്പോഴേ ഇവർ ഭയങ്കര സപ്പോർട്ടേഴ്സായിരുന്നു. ഇവരുണ്ടെങ്കിൽ അതൊരു ബലം തന്നെയാണ്. ആ ബലം ഞാൻ ഇന്ന് നമ്മുടെ പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആയിട്ടുള്ള മച്ചാൻസ് പോഡ്കാസ്റ്റിൽ ആ ബലങ്ങൾ മൊത്തം കൊണ്ടുവന്നിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 പേര്. അതെ, ഈ 6 പേര് ജനങ്ങളെ മാനിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേരാണ് കൊണ്ടുവാ ഇത്ര മാത്രം അല്ലേ തള്ളി മറിക്കുകയാണ്. ഇല്ല, കുറേ അധികം കമൻസ്, ഇഷ്ടം പോലെ കമൻസാണ് വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് നമുക്ക്. കാരണം ഭയങ്കര തിരക്കുള്ള മനുഷ്യർ മാറ്റി മാറ്റി പോഡ്കാസ്റ്റ് വെച്ച് അവർ അവസാനം എത്തിയിരിക്കുകയാണ്. ഓൾ സ്കൂൾ ബോയ്സ്. മൈക്ക് പറഞ്ഞു. ഓക്കെ, അടിപൊളി. ഞാൻ അഖിലേഷിനെ വിളിക്കുന്നു, അതുപോലെ തന്നെ അഖിൽദാസിനെ വിളിക്കുന്നു, വിനുവിനെ വിളിക്കുന്നു. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിനുവിനെ വിളിക്കുമ്പോൾ അഖിൽദാസിൻ്റെ അടുത്ത് സംസാരിക്കാൻ, അഖിലേഷിൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ അഖിലേഷ് പറയണത് വിനുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ലക്കിയാണ്, എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടി. അത് എന്തെന്ന് വെച്ചാൽ അവർ നമുക്ക് തരുന്ന വിലയാണ്. അത്ര കോർഡിനേഷൻ ആണ് നമുക്ക്. ഒരാൾക്ക് സപ്പോർട്ട് വരാൻ വേണ്ടി ഇത്രയും പേര് വന്നത്. ഓക്കെ. വേറെ ഒന്നുമില്ല, ഒരുപാട് പേരാണ് കമന്റിലൂടെ ചോദിച്ചത് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന്. എന്തുകൊണ്ടായിരിക്കും? ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ആ വ്ളോഗിന്റെ താഴെ വന്ന കമന്റ് ഓൾഡ് സ്കൂൾ ബോയ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്താ അത്രമാത്രം കമന്റ്സ് ആണ് വന്നത്? എന്തായിരിക്കും അഖിൽദാസ് അങ്ങനെ? അവന്റെ ഇതാണ്, അക്കൗണ്ടാണ്, നോക്കിയാൽ മതി. അവൻ ആലോചിച്ച് വരെയായിരുന്നു. അതിന്റെ ഇടയിൽ കൊണ്ടാണ്. അത് മച്ചാനും നമ്മളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. മച്ചാനെ നമ്മൾ വിളിച്ചായിരുന്നു. ഫുഡ് ഉണ്ടാക്കാനല്ലേ? കാരണം ഞാൻ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡില്. ഡിസംബർ മാസമാണ് നിങ്ങൾ വിളിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയർ അങ്ങനെ എന്തായാലും വരും. അത് ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, ഫുഡ് ഉണ്ടാക്കുന്നതിൽ പറഞ്ഞു. ഏതിലാ വരാണ്ട്? രണ്ടിലും പറഞ്ഞു, ലൈവിലും പറഞ്ഞു. 3 എണ്ണം നമ്മള് പുറമ്പോക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. അപ്പൊ എന്തായാലും പോണം. ഞാൻ തിരക്കാരണമാണ് പോകാൻ പറ്റാത്തത്, അവർ വിശ്വസിക്കുന്ന അങ്ങനെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെ കാണാൻ തുടങ്ങിയത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് നിങ്ങളുടെ ഇടയിൽ. ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന സാധനം. വൈ അങ്ങനത്തെ ഒരു പേര്? പഴയകാല സുഹൃത്തുക്കൾ? അല്ല, അങ്ങനെയല്ല. നമ്മള് പേരിങ്ങനെ മാറ്റാൻ, അഖിൽദാസ് 2000 എന്നും പറഞ്ഞൊരു പേരായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴുമാര് എല്ലാരും അല്ല അങ്ങനെയല്ല, ഒരു പേര് മാറ്റാന്നുള്ളത് അതിൽ ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നെ ബ്രേക്ക് ആവുമെന്ന് എത്തിയപ്പോ പേര് മാറ്റി. അതെ, ഇവന്റെ പേരിട്ട് കഴിഞ്ഞാൽ ഇനി ഈ ഫ്രണ്ട്സ് ഒന്നും കൂടെ കാണില്ല എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വീഡിയോ ഇടേണ്ടി വരുമെന്ന് വിചാരിച്ചു. അല്ല, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ ലീഡ് ചെയ്യണം. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഡ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു കഴിവ് ഇല്ലാത്തതുകൊണ്ട് എല്ലാരും കൂടെ ലീഡ് ചെയ്താലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ താങ്കൾക്ക് ഒരുപാട് കഴിവുണ്ട്. ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്തായാലും. സമ്മതിക്കൂല. കഴിവുണ്ട്. കുറച്ച് ഡൗൺ ടു എർത്ത് പിടിച്ചാലല്ലേ ഇപ്പൊ സപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേര് മാറ്റാനുള്ള ആൾക്കാര് പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ലൈവിലാണ് പേര് സജഷൻ ചോദിച്ചത്. അപ്പൊ കൊറേ സജഷൻസ് വന്നു. അതിൽ നിന്നാണ് എന്തോ പഞ്ചായത്ത് പോയി, പഞ്ചായത്ത് വന്ന് ഓൾഡ് സ്കൂൾ വന്ന്. പിന്നെ അപ്പൊ പഞ്ചായത്ത് എല്ലാം നിങ്ങൾ മാറ്റി വെച്ചു അല്ലേ? അതൊക്കെ നല്ല പേരാണ്, പഞ്ചായത്ത് ബോയ്സ് അല്ലേ? എന്തോ പേര് സംസാരിക്കുമ്പോ നമുക്കിനി വല്ലതും തുടങ്ങണമെങ്കിൽ പഞ്ചായത്ത് ബോയ്സ് അല്ല, അങ്ങനെ ഓൾറെഡി അങ്ങനെ ആരോ എന്തോ ഉണ്ട്. അങ്ങനെ ലൈവിലാണ് നമുക്ക് ഈ പേര് കിട്ടിയത്. പക്ഷെ അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഈ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞ് ചായക്കടയൊക്കെ ഉള്ള കാര്യം. അതിനുശേഷം എവിടെ ഇറങ്ങിയാലും ഓൾഡ് സ്കൂൾ, ചായക്കട, കഫേ എല്ലാം ഉണ്ട്. അന്നൊരു മാറ്റാൻ വേണ്ടി കുറെ ആയി. അപ്പോഴും മാറ്റാൻ വേണ്ടി ഇരുന്നിട്ട് ഒരു പേരും അങ്ങോട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു പേര് ഓൾഡ് സ്കൂൾ എന്നാക്കി, എന്നെ അങ്ങ് മാറ്റി. പിന്നെ ആദ്യമൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു ആ പേരിനോട്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് ആ ബോയ്സിന്റെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ ക്രിഞ്ചായിരുന്നു ഈ ബോയ്സ്.
ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ആ ലോഗോ ഒക്കെ ഇട്ടപ്പോഴൊരു കൊള്ളാം. അല്ല, നിങ്ങൾ ഈ ഓൾഡ് സ്കൂൾ ബോയ്സ് നിങ്ങൾക്ക് ചേരുന്ന പേര് തന്നെയാണ്. പക്ഷെ ഇതിലൊരു ന്യൂ സ്കൂൾ ബോയ് ഉണ്ട്. അതെങ്ങനെ? ഉല്ലാസ്. അത് ഉല്ലാസ് ഫാൻ ബോയ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ള ഒരു ആരാധന. ഒരു യങ് ബോയ് ആണ്. നിങ്ങളെല്ലാം അത്യാവശ്യം. അവന് അത്യാവശ്യം നല്ല ഏജ് ഉണ്ട്. 29 വയസ്സുണ്ട്. 29 വയസ്സുണ്ട്. ശരീരം വയസ്സ് എങ്ങാണെങ്കിലും മനസ്സ് വയസ്സ് നമ്മളെ കാട്ടി. ഈ യൂണിവേഴ്സിറ്റി വെജിറ്റേറിയൻ പുള്ളിക്കാരാണ്. അപ്പൊ വെജിറ്റേറിയൻ മാത്രം കഴിക്കണോണ്ടായിരിക്കും ഇങ്ങനെ. സല്യൂട്ട്. ഈ ഒരു കണ്ടുപിടുത്തം. ഈ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ പണ്ടുതൊട്ടേ കാണുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കറങ്ങി നടക്കുന്നു, ചില്ലടിച്ച് നടക്കുന്നു. എല്ലാവർക്കും ജോലിയുണ്ടോ എങ്ങനെയാണ്? എനിക്കറിയാം കാര്യങ്ങൾ. ഒരു സ്റ്റേജ് വരെ നോക്കിയപ്പോൾ ചിലർക്ക് ജോലി ഇല്ലായിരുന്നു. ഇതിന്റെ ഇടയിൽ ഫണ്ണായിട്ട് എൻജോയ് നടക്കാം. ഇപ്പൊ എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതില് ഒരു മെയിൻ ആയിട്ട് ജോലിയുള്ളത് ഇവനുണ്ട്, അഖിലേഷിനുണ്ട്, ശ്രീകാന്തിനുണ്ട്, അരുണുണ്ട്. അരുൺ എവിടെ? എന്തായി ഇപ്പം? എന്താണ്? ഞാൻ ബാംഗ്ലൂരാണ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ്. ഗെയിമിംഗിൽ ഇവന്റെ ഒരു പടമാണ് എന്റെ വീട്ടിൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. കാർത്തിക് കല്യാണത്തിന് ഇങ്ങനെ ലീവ് എടുത്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പറയല്ലോ, ഓഫീസിൽ കെട്ടിയില്ല. 2 വര അങ്ങ് വരച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു. ഉല്ലാസ് എങ്ങനെയാണ്? ഞാൻ എഡിറ്റിങ്ങും പിന്നെ ഞാൻ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും അങ്ങനത്തെ ഓൾഡ് സ്കൂളിന് വേണ്ടി തന്നെ ഇപ്പൊ നിൽക്കുന്നത്. അല്ലാതെ ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ശ്രീകാന്ത് ഒരു ടെക്കിയാണ് അല്ലേ? ഞാനിപ്പം KPMG-യിൽ വർക്ക് ചെയ്യാണ്, കൺസൾട്ടന്റ്. ഇവിടെ തന്നെയാണോ? അല്ല, കൊച്ചിയിൽ. കൊച്ചിയിൽ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. വിനു ഉറങ്ങിയായിരുന്നു. വന്നോടൻ തന്നെ ബോറിംഗ് ആയ കേട്ടാ. അത്ര ഇതായല്ലേ? ഒരു മാന്ത്രിക കൈ വരുമ്പോ അതെല്ലാം സെറ്റ് ആയിക്കോളും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു ട്രിപ്പ് പോയിട്ട് എല്ലാവരും പനി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നിട്ടും വന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. കേൾക്കുന്നില്ലേ? നെർവസ്. എടാ, ജോലി എന്താണെന്ന്. ജോലി ഞാനിപ്പോ ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ് അല്ല ബോയ്സ് വ്ളോഗിന് വേണ്ടി നിൽക്കുന്നു. പിന്നെ ഇതുകൊണ്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. അവന് പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. അതല്ല നമ്മൾ വിളിച്ചപ്പം മാറ്റി വെച്ച് പോഡ്കാസ്റ്റ് മാറ്റി വയ്ക്കാൻ കാരണം ഇവനാ ആണല്ലേ? കാര്യങ്ങളൊക്കെ അഖിലേഷ് മാർക്കറ്റിംഗ് പരമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതാണ് ഇപ്പം ഞാനിപ്പം ഇൻഷുറൻസ് ഫീൽഡിലാണ്. അതെന്താന്ന് വെച്ചാൽ മുരിങ്ങയ്ക്കെന്ന് പറയാൻ കാരണം ഇവന് മുരിങ്ങയ്ക്കയുടെ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജ്യൂസിന് ഒരു കൊളാബറേഷൻ നമ്മളൊരു ബ്രാൻഡ് നോക്കിയായിരുന്നല്ലേ മച്ചാനെ? സത്യം. അതെ സെറ്റായില്ല. ഭാവിയിൽ ചിലപ്പം വരും ഉറപ്പായിട്ടും. നമ്മുടെ മക്കൾ തമ്മിലായിരിക്കും. പറയടാ. എന്നിട്ട് ഇപ്പം ആക്സിസ് മാക്സ് എന്ന ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അഖിൽദാസ്. ഞാന് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പം ഓൾഡ് സ്കൂളിന് വേണ്ടി നിൽക്കുന്നു. പക്ഷെ ഉള്ളേല് റിച്ച് അഖിൽദാസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കാണുമ്പോഴൊക്കെ വണ്ടി എടുക്കുന്നുണ്ട്. ഓരോ വണ്ടികള് വിൽക്കുന്നു. ഇപ്പൊ വിൽക്കുന്നതാണ്. നേരത്തെ വണ്ടി എടുക്കുന്നായിരുന്നു. വിറ്റു തുടങ്ങി. അല്ല, റിച്ച് ആൾക്കാർ അങ്ങനെയാണ്, മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ. വിറ്റ് ഒഴിവാക്കാം. അല്ല, ഒരു പോളോ GT ഉണ്ടായിരുന്നു. GT അല്ലേ, പോളോ. പോളോ ഉണ്ടായിരുന്നു. അത് കൊടുത്തു. താറുണ്ടായിരുന്നു. അത് കൊടുത്തു. ഒരു വീടുണ്ടായിരുന്നു. വീടൊക്കെ ഉണ്ട്. അത് OLX-ൽ. അല്ല, നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഉല്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്ക് ബോൺ സപ്പോർട്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് നിങ്ങളുടെ ഓൾഡ് സ്കൂൾ ബോയ്സിൽ നിന്ന്. അടുത്ത ചോദ്യം. നല്ല ചോദ്യം. നെക്സ്റ്റ് ചോദ്യം. അല്ല, ഓൾഡ് സ്കൂൾ ബോയ്സിന് വരുമാനം കിട്ടി തുടങ്ങിയില്ലേ? അതെ. ഫുഡിൽ അങ്ങ് തീരുമല്ലേ? വാങ്ങിക്കുന്നതും കറങ്ങി അടക്കുന്നതിലും എല്ലാം. അല്ല, നമ്മുടെ എക്സ്പെൻസിലാണ് കൂടുതൽ തീരുന്നത്. അത് ആക്ച്വലി നമ്മളൊന്ന് കറക്റ്റ് ടാലി ചെയ്യാനുണ്ട്. ഇനി നമ്മൾ വ്ളോഗ് എടുക്കുമ്പോഴും നിൽക്കൂല. വ്ളോഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത്രയും പേരെ തീറ്റി പോറ്റണം. പിന്നെ എഡിറ്റിംഗ് ഇത്രയും പേരും അല്ല, ഇനിയുണ്ട്. ഇനി വരാത്ത കുറെ പേരുണ്ട്. ഹാഷിം ഉണ്ട്, നന്ദുബിയാർ ഉണ്ട്, CK വന്നിട്ടില്ല, നന്ദുകൃഷ്ണൻ ഉണ്ട്, കുറെ പേരുണ്ട്. പക്ഷേ പോഡ്കാസ്റ്റ് ലൈവ് ഒക്കെ നമുക്ക് അത് ആ വ്ളോഗിനുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിൽ പിടിക്കാം. പോഡ്കാസ്റ്റ് കൂടുതലിട്ട് 0 ബഡ്ജറ്റ് ആണല്ലോ അങ്ങനെ. അപ്പൊ ഇപ്പൊ വീടും കൂടെ വാടകയ്ക്ക് എടുത്തു. അത്
ഇതിനുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ്? അപ്പോൾ അതെങ്ങനെ അത് മാനേജ് ചെയ്തു പോകും? ഈ ഇപ്പം പോഡ്കാസ്റ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ വ്ളോഗിൽ നിന്ന് കിട്ടുന്ന, അല്ല ഞാൻ ജെന്യുവനായിട്ട് ചോദിക്കുന്നത്, അത് കറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ എല്ലാം സീറോ ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ ഫുഡിന് എക്സ്പെൻസ് കറങ്ങി നടക്കുന്നതിനൊക്കെ ഈ ഇതിൽ നിന്നാണ് പൈസ വന്നത്. ഇനി വാടകയ്ക്കും കൂടെ ആകുമ്പോൾ എക്സ്ട്രാ ഇതാവുകയല്ല. അപ്പം ഇവര് സാലറി പേഴ്സൺസ് പൈസ തരുമോ? എങ്ങനെയാണ്? ഇല്ല അത് ഇല്ലല്ല, ആ ഐഡിയ വന്നതാണ്, പക്ഷെ ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഈ വീടിന്റെ റെന്റ് കൊടുക്കാനൊക്കെ ഉള്ള റവന്യൂ ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായി. അല്ല, കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ഇത്ര വീഡിയോ, ഒരു മാസം ഇത്ര വീഡിയോ ഉണ്ടെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് ഇപ്പം നമുക്ക്. കാരണം എക്സ്പെൻസ് വന്നതുകൊണ്ട് തന്നെ അത് മീറ്റ് ചെയ്യാനുള്ള ഇത് എന്തായാലും നമ്മളത് വീട് എടുക്കാൻ കാരണം നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് വീട് എടുക്കാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ മടിച്ചിരിക്കും. അല്ല, അത് ചേഞ്ച് ഉണ്ട്, നോക്കിയാൽ മതി. കാര്യം നമ്മൾ വീടെടുത്തതിന് ശേഷമാണ് കുറച്ചുകൂടെ റെഗുലർ കൺസിസ്റ്റൻസി ഒക്കെ വന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ചാനലിന് കുറച്ച് ഒരു ആളനക്കം വന്നതൊക്കെ ഇപ്പോഴാണ് ഈ വീടെടുത്തതിന് ശേഷം. അഖിലേഷ്, അതുപോലെ തന്നെ നമ്മുടെ ബിനു അളിയൻ, അതുപോലെ തന്നെ നമ്മുടെ വൈപ്പർ, ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ടൈമിൽ ശരിക്കും ഞാൻ ഇല്ലല്ല ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ ആക്ച്വലി ഞാൻ നിങ്ങളൊക്കെ അപ്പോഴും ഭയങ്കര കണ്ടു തുടങ്ങിയ വ്യക്തികളാണ്. അപ്പോഴേ ഈ വ്ളോഗിങ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പം അല്ലാതെ ചുമ്മാ നിങ്ങളുടെ പണി നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലൊക്കെ ലെവലിൽ എത്തുമായിരുന്നു. ഈ വ്ളോഗിങ്ങിൽ വന്നതിന് ശേഷമാണ് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ തുടങ്ങാം എന്നൊക്കെ ബിനു പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തായി, നിങ്ങളുടെ ജോലി നോക്കി അങ്ങ് പോകുമായിരുന്നു, അല്ലെങ്കിൽ വ്ളോഗിങ്ങിൽ തന്നെ വരുമായിരുന്നു? എന്താണ് സംഭവം? നിങ്ങൾക്ക് അത് ഭയങ്കര ക്രൈസോടെ തുടങ്ങിയതാണോ ഈ ഓൾഡ് സ്കൂൾ ബോയ്സ്? അതൊരു വാശിയോട് തുടങ്ങിയാണോ? അല്ല, ഓൾഡ് സ്കൂൾ ബോയ്സ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാവരുടെയും ടൈമിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൂടുക, ആ സെറ്റപ്പിൽ സ്റ്റാർട്ടായ ഒരു സാധനം. അതായത് അതൊക്കെ ഉണ്ടായതാണ്. കാരണം അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വന്ന സാധനമല്ല. കാരണം ആ സമയത്താണ് ഇവന്റെ ഒരു ചാനലുണ്ടായത്. അപ്പൊ അതിനെ അങ്ങ് ചേഞ്ച് ചെയ്ത് ഡെവലപ്പായി. അല്ല, അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? 15 വർഷം മുന്നേ, 2000 വീഡിയോ എടുത്ത അത് ലിറ്റിയാണ്. അത് ഞാൻ ഇട്ട് ആ ടൈമില് ഇത് അപ്പോഴും ആ അക്കൗണ്ട് ഇല്ലായിരുന്നു. അപ്പൊ യൂട്യൂബിനെ പറ്റിട്ടൊക്കെ ആരാ പറഞ്ഞു ഇങ്ങനെ സാധനം? എന്റെ വല്യമ്മേരെ ചേട്ടൻ യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു. അപ്പോഴേ ഒരു കൗതുകത്തിന് വേണ്ടി അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴേ ആ ചാനൽ പിന്നെ മറന്നുപോയി. പിന്നെ അത് റിക്കവർ ചെയ്ത് ഒരു ഇതായിട്ട് എനിക്ക് കിട്ടി. സംസാരിച്ചപ്പോൾ ആ ചാനൽ വിട്ടിരുന്നു. സംസാരിച്ചപ്പോൾ ആ പണ്ടത്തെ വീഡിയോ കുറച്ച് റീച്ചായി, വൈറലായി. അപ്പോഴേ എനിക്കൊരു ആഗ്രഹം, അത് ചാനൽ റിക്കവർ ചെയ്ത് എടുത്താലോ ഒന്നും. അങ്ങനെ ചിലപ്പം ഭാഗ്യം കൊണ്ട് എന്തോ ഒരു പാസ്വേഡ് വെച്ച് അടിച്ച് കിട്ടി ആ സാധനം. മറ്റേ ടൈഗർ സിനിമയിലെ സുരേഷ് ഗോപി ചെയ്യുമ്പോൾ അങ്ങനെ അവ എക്സിന്റെ പേരൊക്കെ ആലോചിച്ചു. മഞ്ജു, ചിഞ്ചു, രഞ്ജു 10ാം ക്ലാസ് ഒക്കെ നോക്കി. ആ ടൈമിൽ ആരാധനൊക്കെ നോക്കി കിട്ടി, അവന് സാധനം കിട്ടി. സംസാരിക്കുമ്പോ അത് തന്നെ ഇല്ല അത്രയും 500K കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൽ മോണിറ്റൈസേഷനൊക്കെ ഓൺ ആയെന്ന് തോന്നണല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ ഓണായി. പിന്നെ അതിനുശേഷം ഞാൻ അൺകട്ടായിട്ട് വെറുതെ എന്തെങ്കിലും ഉള്ളത് ഒന്നും കട്ട് ചെയ്യാതെ വെറുതെ എടുത്തിടുമായിരുന്നു, ചുമ്മാ എടുത്തിടുമായിരുന്നു. ഇത് ആക്ച്വലി ഒരു പോഡ്കാസ്റ്റിൽ തന്നെ ഇങ്ങനെ ഒരു എവനും ശ്രീകാന്തും ദാസനും കൂടെ ഒരു വീഡിയോ, ഒരു ചാനൽ തുടങ്ങണം, കുക്കിംഗ് ചാനൽ തുടങ്ങണമെന്നും പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് അതിനുശേഷം ഈ ഫസ്റ്റ് വീഡിയോ അതിന് ശേഷം ഒരു മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ എന്നും പറഞ്ഞു ഉണ്ടാക്കിയിട്ട് അതെന്ന് പറഞ്ഞാൽ നൂഡിൽസിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് സംഭവം നമ്മള് അതിനു മുമ്പ് ഒരു പ്രാവശ്യം എടുത്തു വെച്ചിരുന്നു. ചുമ്മാ എടുത്തു വെച്ചിട്ട് അത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അത് കൊള്ളൂലായിരുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഡംപ് ചെയ്തു. നിങ്ങൾ ഇടയ്ക്ക് ഇപ്പൊ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ലല്ലോ. അതായത് ഉണ്ടാക്കുന്ന ഫുഡ് ആ ലെവലിൽ എത്താതെ വരുമ്പോഴും നിങ്ങൾ ഇടും. പക്ഷേ നമുക്കൊരു ഫണ്ണാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളുടെ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോൾ ഇത് കൊള്ളൂല, തൊലഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടാറുണ്ട്. പക്ഷെ കൊള്ളൂലെങ്കിലാണ് രസം. ഫുഡ് കൊള്ളൂലെങ്കിലാണ് കുറച്ചും കൂടി നമ്മൾ. ഞാൻ വരാത്തത് നന്നായി. സ്പെഷ്യൽ നമുക്ക് എന്തെങ്കിലും റെഡിയാക്കാം. ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരാ ആട്ടുന്നുണ്ട്? ഓക്കെ അഖിലേഷ് അല്ല ആട്ടുന്നത്. അഖിലേഷ് മറ്റേ അകത്തെ ഇംപ്ലാന്റ് ഇങ്ങനെ. ഓക്കെ, ഞാൻ വരും നെക്സ്റ്റ് മന്ത് എന്തായാലും വരും. അപ്പൊ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം. അല്ല, മച്ചാൻ പറഞ്ഞാൽ ഒരു ഡിഷ് നമ്മളത് ഉണ്ടാക്കി തരും. അയ്യോ,
മച്ചാൻ പറയുന്ന ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കി തരും. അത് അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ, നേരത്തെ പഠിച്ചു വെക്കണം. ഇല്ല അതൊന്നും പറ്റൂല. നമ്മൾ അപ്പം ഉണ്ടാക്കും. നമ്മൾ അപ്പം ഉണ്ടാക്കും. അല്ല ശ്രീകാന്ത് നല്ല ടേസ്റ്റി ഫുഡ്. ടേസ്റ്റി ഫുഡ്. ശ്രീകാന്താണ് ഇതിൽ ഉണ്ടാക്കുന്നതില് അഗ്രഗണ്യൻ. അതെന്താ ഉദ്ദേശം വെച്ചാൽ അല്ല ഇവർക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതെന്താ നീ എന്തൊക്കെ കാര്യത്തിൽ ഉദ്ദേശിക്കാം? ഞാൻ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്നത് വേറെ എന്താ ഉദ്ദേശിക്കാൻ അല്ല പറ്റില്ല. ഞാൻ പ്രത്യേകിച്ച് മച്ചാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അറിയണതേ അപ്പൊ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണ്ടേ? എന്താണ് നമുക്ക് അപ്പൊ പോയി വാങ്ങാൻ ഒരുമിച്ച് പോത്തം കൂടെ ഒക്കെ നിൽക്കിയല്ലേ. ഇവര് നന്നായിട്ട് വാങ്ങിക്കും. ഇപ്പൊ ലാസ്റ്റ് തന്നെ ഒരു അരി എന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട് 100 ഗ്രാം വാങ്ങിച്ചോണ്ട് വന്ന 100-150 അത്ര 250. പക്ഷെ തികഞ്ഞത് ചോദിച്ചു നോക്ക്. പായസം ഉണ്ടാക്കാൻ വേണ്ടി അരി പായസം അടിപൊളി. നമ്മള് പുച്ഛിച്ചു, പക്ഷെ അത്ര മതിയായിരുന്നു. പാചകം ചെയ്യാന്ന് കേരളത്തില് കാണിച്ചു കൊടുത്തവരാ. അല്ല നമ്മുടെ വീഡിയോ അത് ഇത് അപ്രീസിയേഷൻ ആണോ അതോ നിങ്ങൾ ഇങ്ങനെ? അല്ലല്ല അപ്രിസിയേഷൻ. ഇവിടെ വരുന്നവർക്കൊക്കെ അപ്രിസിയേഷൻ. മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് നമ്മള് തനിക്കോണം കാണിക്കുന്നത്. പറഞ്ഞ ശ്രീകാന്ത് ആ ഫ്ലോയിൽ വരായിരുന്നു. അല്ല നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരും കുക്കിംഗ് റെസിപ്പി കാണാൻ വേണ്ടി വരണവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കണ്ടിട്ടില്ലേ? അതാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കുക്കിംഗ് ചാനൽ കണ്ടാൽ മതി. നമ്മളുടെ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി ഒരു ഫണ്ടിന് വേണ്ടി കാണുന്ന ആൾക്കാർ ഒത്തു വരുമ്പോൾ ഉള്ള ഒരു വൈബില്ലേ, അത് കാണാൻ വേണ്ടി വരുന്നവരാ കൂടുതലും. മനസ്സിലായി. വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെഷൻ എന്തെങ്കിലും അത് വേണം. ആൾറെഡി നമ്മൾ അവരെ ആവശ്യത്തിന് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. ഒരു കാറ്ററിംഗ് വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ഹൽവ. പക്ഷെ ആൾക്കാർ ഭാഗ്യം ലാസ്റ്റാ വരുന്നത് അല്ലേ? പക്ഷെ ഭയങ്കര കിള്ളായിരുന്നു. കുറച്ചുപേർക്ക് കിട്ടിയുള്ളത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി തീർന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു നെഞ്ചിടിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അത് ഉണ്ടാക്കാൻ നേരത്ത്? ലാസ്റ്റ് ആയപ്പോ ടെൻഷൻ ആയിരുന്നു. കാര്യം നമ്മൾ സമയത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് എവന്റെ അച്ഛനും അവന്റെ അമ്മയും തന്നെ പറഞ്ഞു വിട്ട് കളഞ്ഞേരെ. ഡെസേർട്ട് വരും ഡെസേർട്ട് വരും എല്ലാരും വെയിറ്റ് ചെയ്തു ആണല്ലേ? സാധനമൊക്കെ എത്തി. അവരെല്ലാം ടേസ്റ്റ് ചെയ്ത് ഇവനെ കൊണ്ട് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറെ സാധനങ്ങൾ. അത് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഗ്യാസ് കുറ്റി തീർന്നു, സിലിണ്ടർ തീർന്നു. അപ്പൊ പിന്നെ സിലിണ്ടർ എടുക്കാൻ പോയി. അങ്ങനെ ഒരു 2 മണിക്കൂർ 5 മണിക്കുള്ള ഫംഗ്ഷൻ നമ്മൾ 9 മണിക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നം. ഒരു മൈൽ സ്റ്റോൺ ആണ്. ഓൾഡ് സ്കൂൾ ബോയ്സ്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി ആക്ച്വലി? എത്ര? 1,13,000. 1,00,000. അതുപോലും നോക്കാൻ സമയമില്ല. 14 ആയോ 13 ആയോ? ഓ അങ്ങോട്ട് ബാഗിന് അല്ല 13 ആയി. ആ ഒരു വേള ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ആ വേള ഭയങ്കര. അത് ആരുടെ സ്ഥലം? എന്റെ സ്ഥലമായിരുന്നു. അവർ റിച്ചാണ്, സീരിയസ്ലി റിച്ചാണ്. അവന്റെ വിള, അവന്റെ താറ്, അവിടെ ഒരു കുളം. അവന്റെ ഇവൻ നിന്റെ സ്കൂളിലാണോ പഠിച്ചത്? കോളേജിൽ ആദ്യത്തെ വണ്ടി ഇവന്റെ ആണെന്ന് തോന്നുന്നു. അല്ലല്ല എങ്ങനെയായിരുന്നു കോളേജിലൊക്കെ? ഇതേപോലെ ആയിരുന്നോ? ഡൗൺ ടു എർത്ത്. അതൊക്കെ കാർ ഇതുവരെ കയറ്റിട്ടില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇറങ്ങത്തില്ല. നമ്മള് ആദ്യം ഒരുമിച്ചായിരുന്നു. ആഷിക്കും ഞാനും ഒരേ ക്ലാസ്സിലായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സിവിലിലോട്ട് പോകുന്നത്. ആഷിക്കിന്റെ സ്വഭാവം മനസ്സിലായിട്ടാണ്? അല്ല അങ്ങനെ തുടക്കത്തിൽ നമ്മൾ അങ്ങനെയല്ലേ കുറച്ചു കാലം ഒരുമിച്ചുണ്ടായിരുന്നു. മറന്നുപോയല്ലേ? അങ്ങനെ ചോദിക്കല്ലോ, ഓർമ്മയുള്ളതുകൊണ്ടാണല്ലോ പഠിച്ചതേ ഓർമ്മയില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അവനെയാണ്, ശ്രീകാന്ത്. അവൻ എന്റെ ജൂനിയർ ആയിരുന്നു. അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നവരാണ്. അണ്ണ പിന്നെ നമ്മൾ അവൻ എന്നെ കണ്ടി മൂത്താണ്, അത് വേറെ ട്വിസ്റ്റാണ്. അത് അവനെ അറിയാം. അവനോട് ചോദിക്കണം അവൻ എങ്ങനെ ജൂനിയർ ആയിട്ട് ഇവിടെ വന്നത്. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പഠിക്കാൻ പോകണം എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. വീട്ടുകാരാണോ ബ്രേക്ക് എടുത്തത്? ഞാൻ തന്നെ എടുത്തു. ആണോ? എന്നിട്ട് ഞാൻ എൻട്രൻസ് പഠിക്കാൻ ഒരാഴ്ച ടൈമിൽ പോയി. പക്ഷെ ഒരാഴ്ച പോയുള്ളൂ. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പിന്നെ കയറി. എന്നിട്ട് എനിക്ക് മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അവൻ നല്ല ജോലി ഞാൻ തെളിയിച്ചു. ഞാൻ തെളിയിച്ചു കൊടുത്തു. എന്റെ ഒരു എക്സാമ്പിൾ തെളിയിച്ചു കൊടുത്തു. ഞാനും ബിടെക്. നമ്മൾ രണ്ടും ഇലക്ട്രോണിക്സ് ആയിരുന്നു. പക്ഷെ അടിപൊളി ജോലിയാ ശ്രീകാന്ത് ചെയ്യുന്നപ്പോ. വയ്ക്കാം. ഇപ്പൊ ഏക വന്നിട്ട് പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു FC ഉണ്ടായിരുന്നു. FC കൊടുത്ത് വേറെ വണ്ടി എടുത്ത്. അപ്പൊ നേരത്തെ നിങ്ങൾ വ്ളോഗിങ് ചെയ്തോണ്ടിരുന്നാണ് ഫ്രണ്ട്സായിട്ട്. ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നേരത്തെ വ്ളോഗിങ് ഇപ്പോഴത്തെ വ്ളോഗിങ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാണ്?
ഓ നേരത്തെ വ്ളോഗിങ് മീൻസ് കാർത്തിക്കുമായിട്ടുള്ള Yes, exactly. വ്ളോഗിങ് അതാണ്. ആ പേര് പറയാല്ലോ, കുഴപ്പമില്ല. കാർത്തിക്. അപ്പോഴ് നേരത്തെ വ്ളോഗിങ് കാർത്തിക് ലീഡ് ചെയ്യാൻ കാർത്തിക് ഉണ്ടല്ലോ മെയിൻ ആയിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതിൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെ അതെ, അതെല്ലാവർക്കും അറിയാം ആ ഒരു കാര്യം. ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടീവ്. ഞാൻ അതാണ് പറയുന്നത്, ഞാൻ കണ്ട കാലം മുതലേ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അതെ അതെ, അത് നമ്മള് ആ ടൈമില് ഇത് നമ്മള് ഫണ്ണായിരുന്നത്, ഒരു നമുക്ക് എൻജോയ്മെന്റ് ആയിരുന്നു. കാർത്തിക് ചെയ്യണ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, അപ്പോഴ് ആ ടൈമിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഒരു എൻജോയ്മെന്റ് ആണ്. നമ്മുടെ നമ്മള് മറ്റേ കൊള ഇറച്ചി അതൊക്കെ നമ്മള് എപ്പോഴും ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കേട്ട് കാണാറുണ്ട്. പിന്നെ ഇപ്പൊ ഇവൻ എന്റെ കല്യാണത്തിന് ചെയ്ത സംഭവം പല്ലക്കൊക്കെ ഉണ്ടായി. ആ പല്ലക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ അരുണാണ് വാണം റോക്കറ്റ് ഉണ്ടാക്കുന്ന ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. അല്ലല്ല, കുറെ ഇവന്റെ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അരുണിന്റെ അടുത്ത്, ഇപ്പൊ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആളുണ്ടെങ്കിൽ എനിക്ക് ഇനി തിരിഞ്ഞു നോക്കാനില്ല, കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അരുണേടാ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരാണ് അവൻ. ഇപ്പൊ ശ്രീകാന്തിന്റെ അടുത്ത് ഫുഡ് ഉണ്ടാക്കി തരാൻ പറയാൻ പോലെ അവൻ ഈസി ആയിട്ട് ഉണ്ടാക്കി തരാം. അപ്പൊ അത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അത് കണ്ടപ്പോൾ മൈജിയുടെ ഉദ്ഘാടനത്തിനായാലും കോയിൻസിന്റെ കാര്യമായാലും ഇവിടെ മാനേജറായിട്ട് ഒരാളുണ്ട് അഖിലേഷ്, അത് ഭയങ്കര സംഭവമായിരുന്നു. അപ്പം അവർ ഫ്രീഡം ഉണ്ടായിരുന്നു അല്ലേ ഭയങ്കര. ഇപ്പോഴത്തെ എങ്ങനെയാണ് ഇപ്പോഴത്തെ വ്ളോഗിങ്ങിൽ? ഇപ്പോഴും നമ്മൾ ആദ്യം വ്ളോഗ് ചെയ്തത് ഒരു മാസത്തിൽ 2 വെച്ചൊക്കെ വരുവുള്ളൂ, ചിലപ്പോൾ ഒരു മാസത്തിൽ 1 അങ്ങനെ വരുമായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒരു ഞായറാഴ്ച എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു കുക്കിംഗ് ചെയ്യാൻ അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ പയ്യെ പോഡ്കാസ്റ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡിസംബർ തൊട്ടാണ് ഒരു മാസം നമ്മളൊന്ന് സീരിയസ് ആയിട്ട് എടുത്തത്. പിന്നെ ഈ ഇടയ്ക്കാണ് ഇത് 2 മാസം ആവുള്ളൂ, 2 മാസം ആവുള്ളൂ ഇത് സീരിയസ് ആയിട്ട് നമുക്ക് നോക്കിയാലോ. ആൾക്കാർ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ വഴക്ക് പറയും പോലെയും അങ്ങനെയൊക്കെ കണ്ടപ്പോ കൊള്ളാം, അത് അക്സെപ്റ്റൻസ് ആണ്. എന്നാലും എങ്ങനെയാണ് എന്തോന്ന് ഇത് ഇല്ലെങ്കിൽ നിർത്തി പോടേ എന്ന് അങ്ങനെയൊക്കെ പറയാൻ എന്ന് വെച്ചാൽ വീഡിയോ വല്ലപ്പോഴും ഇടുമ്പോഴേ തന്നെ എന്തായാലും ഇത് പറ്റിയില്ലെങ്കിൽ ഇടാൻ നിൽക്കരുതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ ഈച്ച വരുന്നുണ്ട്. മൃണാള് കലിപ്പുണ്ടാക്കുന്നു. വിനു നീ എന്താ പറയാ? ഒന്നും പറയാനില്ല. അല്ല, ഞാനൊരു ട്രൂ സ്റ്റോറി പറയാം. ഇത് നടന്ന സംഭവമാണ്. അതായത് ഒരു കോളേജിൽ 14 ഫ്രണ്ട്സ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. ആ ക്ലാസ്സിൽ 14 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 3 പേര് ഒറ്റക്കെട്ട്, 11 പേര് ഒറ്റക്കെട്ട്. ആ 11 പേരിൽ നമ്മളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കോളേജ് കഴിയുമ്പോൾ മറക്കുന്ന കാര്യങ്ങളാണ്. ഈ 11 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ 3 പേര് മാറി നിൽക്കുമ്പോൾ അതിൽ ആരുടെ ഭാഗത്തായിരിക്കും ശരി? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ശരിയും തെറ്റുമില്ല, പെർസ്പെക്റ്റീവ്. ഓരോരുത്തരുടെ സബ്ജക്ട്. അപ്പൊ ആള് കൂടുമ്പോൾ അത്രയും ആൾക്കാർ ഒരു കെട്ടായിട്ട് നിൽക്കുകയാണ് 11 പേര്. ആ 3 പേര് മാറി നിൽക്കുകയാണ്, ആ 3 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് ആരുടെ ഭാഗത്തായിരിക്കും ശരി കൂടുതൽ? അഖിൽദാസൻ എന്തോ? അത് ആപേക്ഷികമാണ്. മൈക്ക് നീക്കണ്ടായിരുന്നു. അല്ല, മച്ചാനായിരുന്നില്ലേ 11 പേരിലുണ്ടായിരുന്നു. അപ്പൊ മച്ചാന്റെ നോക്കുമ്പോൾ മച്ചാനായിരിക്കും ചിലപ്പോ ശരി, അല്ലെങ്കിൽ അതിലിപ്പം ശരി തെറ്റെന്ന്. പക്ഷേ ക്ലാസ്സിൽ ഗേൾസും നമ്മുടെ കൂടെ, ആ ഗേൾസിനെ നമ്മൾ കൂട്ടിയിട്ടില്ല, ബോയ്സിന്റെ. അതുകൊണ്ടാണ് അല്ല ഗേൾസും ഉണ്ട്. ഗേൾസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഈ 11 പേരുടെ സ്റ്റോറി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. അല്ല, ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇപ്പം എല്ലാവരും വിചാരിച്ചത് ജെന്യുവിനായിട്ട് ഓപ്പൺ ആയിട്ട്. ഇപ്പം എൻ്റെ അനിയന്മാരെ പോലെയാണ് നിങ്ങളെ ഞാൻ പണ്ട് തൊട്ടേ കാണാൻ തുടങ്ങിയാണ്. എല്ലാവരും പറയുന്നത് ഇവരെ ഒന്നിപ്പിച്ചൂടെ എന്ന് പറയുന്ന കുറേ അധികം മെസ്സേജുകൾ എനിക്ക് പറഞ്ഞത്, മായി മച്ചാനെ ഒന്നിപ്പിച്ചൂടെ. അത് നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ കല്യാണത്തിന് നിങ്ങൾ ഒറ്റ ഫ്രെയിമിൽ കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. പേഴ്സണലി എൻ്റെ അടുത്ത് കാർത്തിക് കുറേ കാര്യങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, നല്ല വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും ഈ ഇരിക്കുന്ന നമ്മൾ വ്ളോഗിൽ ഒരുപാട് പറഞ്ഞു, ഞാനും ആഷിക്കൊക്കെ പിണങ്ങിയിട്ടുണ്ട്, ഇവനും പിണങ്ങിയിട്ടുണ്ട്. ആ പിണക്കങ്ങൾ നിങ്ങളുടെ ഇടയിലൊക്കെ സംസാരങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മയിൽ ഓൾ സ്കൂൾ ബോയ്സിൽ അടികളും പ്രശ്നങ്ങളും സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെന്നൈയിൽ പോയപ്പോ അടി ആവുമെന്നുള്ള ഒരു വക്കിലാണ് സീരിയസ് ആയിട്ട്
ഏത് മറ്റേ ബ്ലാക്ക് ടിക്കറ്റ് ചാനല് പിളരൂന്ന് തന്നെ മറ്റേ പേടിച്ചു. ഫുട്ബോൾ കാണാൻ അല്ല എന്തോ ക്രിക്കറ്റ് ആണ്. അതല്ല അതെന്ന് വെച്ചാൽ നമ്മളെ ഈ പ്ലാനിങ് ഇല്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മളൊരു പ്ലാനും ഇല്ലാതെയാണ് ചെന്നൈ പോയത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അവസാനം ഒരു ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് റൂം പോലും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ആരൊക്കെ പോയത് അത്? ഉല്ലാസ്, നമ്മൾ പോകുന്നത് ഞാനും വിനിച്ചേട്ടനും ദാസനും. എനിക്ക് നല്ല ദേഷ്യമാണ്. നല്ല ദേഷ്യം. ഇവനാണ് പ്രശ്നം എല്ലാത്തിനും. എവനോടും 2 ചീത്ത പറഞ്ഞു, അവനെയും ചീത്ത വിളിച്ചു, ഉല്ലാസിനെ ആരെയൊക്കെയോ വിളിച്ചല്ലേ? ചീത്ത വിളിച്ചു. ഓക്കേ, ദേഷ്യം വന്നേ. ആ സമയത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എന്ന് വെച്ചാൽ വിനു നിങ്ങളെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ വിനുവിനെ നിങ്ങളെ വിളിച്ചോണ്ട് പോയതാണ്. ഞാൻ ഉല്ലാസും അഖിലാസിന്റെയും കൂടെ അല്ല, രണ്ടുപേരാകുമ്പോ ഇല്ലല്ല പറയണം. അല്ല 2 പേർക്ക് 2. ഇപ്പം എവന് ഒരു വേറൊരു എക്സ്ട്രീം, എവൻ വേറൊരു എക്സ്ട്രീം. എവൻ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് പോകണം, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എവനെന്ന് പറഞ്ഞാൽ വരുന്നത് വഴിയിൽ വെച്ച് ഇപ്പൊ നമ്മള് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാന്ന് പറയും, അപ്പോഴും പറയും നമുക്ക് അവിടെ ചെന്ന് എടുക്കാം രീതിയിലാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു പ്ലാൻ, എവന്റെ പ്ലാൻ. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോ തന്നെ അവര് പറഞ്ഞു ഇനി ട്രെയിൻ ടിക്കറ്റ് ഒന്നും ഇല്ല, നിങ്ങൾ അടുത്ത ദിവസം പിന്നെ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്ത് പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നിൽക്കാനോ ഒന്നും സ്ഥലമൊന്നും ഇല്ല. ഇതൊന്നും വെളി പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് പോഡ്കാസ്റ്റിന് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മിണ്ടാതൊക്കെ ഇരിക്കും, പിണങ്ങിയൊക്കെ ഇരിക്കും. എങ്ങനെയാണ് സംഭവം? മത്സരക്ക് കിട്ടിയ കണക്ക് ഇവനൊക്കെ ഇരുന്നായിരുന്നു. എന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് അവർ ഉറക്കിയിട്ടില്ല എന്നെ. നമ്മൾ ആ ചെന്നൈയുടെ തെരുവീതിയിലൂടെ നടന്ന് എത്ര ഒരു 10 കിലോമീറ്റർ എങ്കിലും നമ്മൾ നടന്നു. പിന്നെ കള്ളവണ്ടിയൊക്കെ കയറിയാണ് ഇങ്ങനെ എത്തിയത്. കള്ളവണ്ടിയോ എയർ ഇന്ത്യ ടിക്കറ്റ് ഞാനാണ് എടുത്തത്. ഓ, അത് ശ്രീകാന്ത് എടുത്ത ടിക്കറ്റ്. അടിപൊളി അടിപൊളി. ഓ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ല ഉണ്ടാവാറുണ്ട്. അടുപ്പ് കത്തിക്കാൻ തന്നെ പണങ്ങാറുണ്ട്. മാന്ത്രിക കൈക്ക് വരാനുള്ള സമയം. ഇതാ നമ്മുടെ മാന്ത്രിക കേൾക്കണ്ട പഴംപൊരി. ഈ ആണോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തോ നിങ്ങള്? എനിക്കില്ല, യവനുണ്ടായിരിക്കും. യവനുണ്ട്. പഴംപൊരി അല്ല, ഇത് വെച്ചോ. അത് കഴിച്ചു. അത് ഞാൻ ഹെൽത്തി ഫൈ ആയതുകൊണ്ട് ചുമ്മാ. ഉല്ലാസ് എനിക്ക് തോന്നുന്നു പഴംപൊരി മാത്രമേ ഈ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അർബൻ സ്പേസിലെ ഫുഡാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അൺലിമിറ്റഡ് ആയിട്ട്. ഒരു പോഡ്കാസ്റ്റിൽ ഇല്ലാത്ത സംഭവമാണ്. അപ്പൊ നമുക്ക് കഴിച്ച് സംസാരിക്കാം. അടിപൊളിയല്ലേ? നീ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിലും ഓർഡർ ചെയ്തോ. നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം അതാണ്, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പം എന്റെ ഇടയിൽ ചൂട് ചായയൊക്കെ എത്തിയിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. ഇത് അല്ലേ, നല്ല രസമല്ലേ? നല്ല അപ്പൊ അടുത്ത പഴംപൊരി കാണുമ്പോ തന്നെ ഒരു തിളക്കമുണ്ടല്ലേ? ആക്ച്വലി ഈ പഴംപൊരി ഞാൻ പറയുന്ന സ്റ്റൈൽ ഇതാണ്ട, നല്ല അല്ലേ, തിളക്കമുണ്ട്. അത് അങ്ങനത്തെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനമാണ്. ഇവിടെ അടിപൊളി ചായക്കടയൊക്കെ അല്ല, അഖിൽദാസ് പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞ മാഹിമച്ചാ പോഡ്കാസ്റ്റ് കൊള്ളാം. അല്ല, ഈ പോഡ്കാസ്റ്റ് അടിപൊളിയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം നിങ്ങൾ ആ ഫ്രെയിമിൽ കണ്ട്, ഞാൻ കാർത്തിക് വന്നപ്പോൾ അത് പറഞ്ഞായിരുന്നു. അവനും ചില വാക്കുകളൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇങ്ങനെ സംസാരിച്ചപ്പം. പക്ഷേ കാർത്തിക് നിങ്ങളെ ഡയറക്റ്റ് വന്ന് വീട്ടിലല്ലേ വിളിച്ചത്? എല്ലാവരെയും ഡയറക്റ്റ് വന്ന് വീട്ടിൽ വന്ന് എല്ലാവരും വിളിച്ചായിരുന്നു. കല്യാണത്തിന് നിന്ന ആ ഒരു ഫ്രെയിം ആകില്ലേ, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കല്യാണത്തിൽ നിന്ന് ആ ഒരു ഫ്രെയിം ഭയങ്കര രസമായിരുന്നു. പക്ഷെ അതിൽ പലരും കണ്ടിട്ട് അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലല്ലോ. സന്തോഷം ഇല്ലായിരുന്നു ആക്ച്വലി. സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്ന് ആ റീലൊക്കെ കണ്ടായിരുന്നു. ഭയങ്കര രസം. മറ്റേ ആ പാട്ടൊക്കെ ഇട്ട്, നല്ലൊരു പാട്ടൊക്കെ ഇട്ട്, ഭയങ്കര രസമായിരുന്നു ആ പാട്ട്. പിന്നെ ഓരോരുത്തന്മാര് പറയും ഈ പാട്ട് പാട്, ഈ പാട്ട് പാട്. അപ്പൊ നമുക്കറിയാം കുത്തണതാണ് ഈ പാട്ട് പാടും. അരുണെന്നും പിന്നെ അങ്ങ് മൊത്തത്തിലൊരു വാനിഷ് ആയിരുന്നു അരുണൊക്കെ. എനിക്കൊന്നൊരു സർജറി ഉണ്ടാവും. ഞാൻ കാർത്തികിനോട് പറഞ്ഞു, അവനോട് ഷോൾഡറിന്റെ കാർത്തികിനോട് പറഞ്ഞു. ഞാൻ അതിന്റെ പകരമായിട്ട് ഞാൻ അല്ലാതെ അവന് പ്രസൻസിനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് നന്ദു പോയപ്പോ ഇങ്ങനെ പറഞ്ഞേക്ക് കാര്യം നന്ദു. പക്ഷെ അവന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ 2 ഗിഫ്റ്റ്. അല്ല, നിങ്ങള് കാർത്തിക്കിന്റെ ഇതിൽ നിന്നപ്പം സാലറീഡ് പേഴ്സൺസ് എല്ലാരും കാർത്തിക്കിന്റെ വ്ളോഗ് എന്ന് പറയുന്നത് കാർത്തിക്കിന്റെ ഒരു അവന്റെ മാത്രം വ്ളോഗാണ്. അല്ല നമ്മളിപ്പോ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു വെഞ്ചർ പോലത്തെ ഒരു സംഭവം ഒന്നും അല്ലായിരുന്നു. നമുക്ക് വെഞ്ചർ എന്നുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് പോഡ്കാസ്റ്റ് അതായിരുന്നു.
ഇപ്പൊ നമ്മൾ അപ്പൊ അതിനാണോ നിങ്ങൾക്ക് അതിനായിരുന്നു ഷെയർഡ് share ആയിട്ടുള്ള അല്ല ആ വ്ളോഗിങ്ങില് വ്ളോഗിങ് അങ്ങനെ ഒന്നും ചെയ്തു. അപ്പൊ അതിൽ വ്ളോഗിങ്ങിന് ഇപ്പൊ അരുൺ കണ്ടന്റ് ഇവർ രണ്ടൊരു സ്റ്റാഫ്. ഞാനും സ്റ്റാഫായിരുന്നു. അപ്പൊ ഇതില് സ്റ്റാഫുകളായിട്ടുള്ളത് അരുണും അഖിലേഷും ആയിരുന്നു നേരത്തെ അക്കൗണ്ടന്റ് ആയിട്ട്. ഉല്ലാസം ഉണ്ടായിരുന്നു. ഞാൻ പോഡ്കാസ്റ്റിംഗ്. ഓ അപ്പൊ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അതൊന്നും ഞാനല്ലായിരുന്നു. പോഡ്കാസ്റ്റിന്റെ മാത്രമേ ഞാനുള്ളായിരുന്നു. അത് മറ്റേ നിതിനും അല്ല അപ്പം എന്റെ കല്യാണത്തിനൊക്കെ വന്നപ്പം ഇത് ജസ്റ്റ് ഇവരെ കൂടെ പോകുമ്പോ ഷൂട്ട് ചെയ്ത പോഡ്കാസ്റ്റിന്റെ ആണ് മെയിൻ. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്റർലെക്സിലായിരുന്നു നിങ്ങൾ എല്ലാവരും. ഇന്റർലെക്സിലാണ് നമ്മളൊന്ന് പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്തത്. പിന്നെ അതൊരു വെഞ്ചർ പോലെ പോയത്. അത് ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് ആയിരുന്നു. വ്ളോഗ് എന്ന് പറഞ്ഞാൽ കാർത്തികിന്റെ സാധനമാണ്. അതില് വേറെ ഒന്നുമില്ല. നേരത്തെ ചോദിച്ചിട്ടില്ലായിരുന്നു അന്നത്തെ വ്ളോഗും ഇപ്പോഴത്തെ വ്ളോഗും തമ്മിലുള്ള വ്യത്യാസം. അന്ന് കാർത്തികേട്ടനാണ് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തത്. ഇവരെല്ലാരും അവിടെ ചെന്നാൽ മതി. ഇവർക്ക് ആ ഒരു ടെൻഷനോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇവർക്ക് അവിടെ ആ ഒരു ടൈം അവിടെ സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് നമുക്ക് സ്വന്തമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം. അന്ന് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ആ ഒരു ടെൻഷൻ ഇല്ല. ഇപ്പൊ ഇന്ന് വ്ളോഗ് കംപ്ലീറ്റ് ഒരു സ്റ്റോറി ഒരു സെറ്റ് ആക്കണ്ട. അത് ഉല്ലാസമാണ് ഇപ്പോഴും ഏകദേശം ഒന്ന് സെറ്റാക്കി നമ്മള് ഇപ്പം ആ ഒരു ഇതിലോട്ട് റൂട്ട് മാറിയൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാർട്ട് ടു എൻഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇപ്പൊ ഹെൽപ്പ് ചെയ്യാറുള്ളത്. പക്ഷേ അന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ വ്ളോഗിൽ ഒരു മാസീവ് ചേഞ്ച്. ഇവരൊക്കെ പഴയതുപോലെ തന്നെയാണ്. വേറെ പ്രത്യേകത മാറ്റങ്ങളൊന്നും ഇല്ല. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഉല്ലാസം ഉണ്ടല്ലോ, പണ്ട് ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അതായത് അടുത്ത് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റൂല. ഞാൻ ഉല്ലാസിനെ പല പ്രാവശ്യം നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതല്ലാണ്ട് എക്സ്ട്രാ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ട് വോയിസ് ത്രോ ചെയ്ത് സംസാരിക്കും. ഇവര് തരുന്ന സപ്പോർട്ടാണ്. ഇവര് എന്റെ ഒരു കംഫർട്ട് സ്പേസ് ആണ് ഇവര്. അപ്പം ഞാൻ കുറച്ച് ഇവര് എന്തിനാണ് ഈ മുല്ലപ്പൂ പൊടി ഏറ്റിക്കിടക്കും സംഭവം ഇല്ലേ. നീ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ തകരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഭയങ്കര ഇവര് എന്നെ പറയും നീ ക്യാമറയുടെ പുറകെ നിൽക്കേണ്ട, ബാ ഫ്രണ്ടിൽ കയറെന്ന് പറഞ്ഞ് ഇവര് എന്നെ പുഷ് ചെയ്യാറുണ്ട് മിക്കവാറും. അല്ല കുറെ ടൈം ഇങ്ങനെ പുഷ് ചെയ്യാറുണ്ട്. ഇപ്പം വന്നു തുടങ്ങിയപ്പോ ആൾക്കാർ പറയുന്നുണ്ട് നീ പുറകെ നിന്നാ മതി. തോന്നുന്നു ഇവന് നമ്മളെ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അവനൊരു കോൺഫിഡൻസ് വരും. എനിക്ക് ഇവരെ കാട്ടി ഭേദമാണെന്ന് അവന് തോന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ല എനിക്ക് തോന്നി പോഡ്കാസ്റ്റിൽ നമ്മളെ കൂടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഒരുമിച്ചാണ്. ഇപ്പം പോഡ്കാസ്റ്റ് 1 മണിക്കൂറേ ഉള്ളെങ്കിൽ നമ്മളൊരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യും സമയം. 1 മണിക്കൂർ എടുക്കുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ ചുമ്മാ കറങ്ങാൻ പോകും, അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെയൊക്കെയാണ് പതുക്കെ നമുക്ക് അറിയാൻ പറ്റും അവൻ്റെ ചേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ഒന്നും വാങ്ങൂല. അങ്ങനെയായിരുന്നു പണ്ട്. ഒരു നാരങ്ങ പറയും നിങ്ങൾ കഴിച്ചോ, എനിക്ക് ഉള്ളത് മതി, കുറച്ച് എന്തെങ്കിലും മതി എന്ന് പറയും. പിന്നെ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കയറുമ്പോ എന്നിട്ട് അവൻ മറ്റേ ഫലൂടെ 200 രൂപ. നമ്മൾ ഒരു ഹാഫ് ചവായി വാങ്ങിക്കുമ്പോ 250-300 രൂപ ആവൂല. അതിന് അവൻ 300 രൂപയ്ക്ക് ഫലൂട ഓർഡർ ചെയ്യും. ബാലൻസ് ഇവന് 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ. ചപ്പാത്തി എന്തെങ്കിലും കറിയൊക്കെ ആകുമ്പോൾ 100 രൂപ ഉള്ളൂ. അപ്പൊ നോക്കുമ്പോൾ അവിടെ 350 രൂപ. 250 രൂപ എങ്ങനെ ബാലൻസ് ചെയ്യും? ഞാൻ ആലോചിക്കും. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അത് ഗ്രാജുവലി ഉള്ള ചേഞ്ച് ആയിരുന്നു. ആ ഒരു 2 വർഷത്തിനിടയ്ക്ക് അവൻ പതുക്കെ നമ്മളിത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പോഡ്കാസ്റ്റില് നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ 4 പേര് പൈസ സാലറി മേടിക്കുന്ന വ്യക്തികളായിരുന്നു. ഇപ്പൊ ഓൾ സ്കൂൾ ബോയ്സില് സാലറി അല്ല നമ്മൾ ഷെയർ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഓൾ സ്കൂൾ ബോയ്സിൽ ഷെയർ ഉണ്ടോ? ഇതിലിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഞാനും വിനു ചേട്ടനും ദാസൻ ചേട്ടനാണ് ഇതിനായിട്ട് ഫുൾ ടൈം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ഷെയർ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോയിൽ വരുന്നതിനനുസരിച്ചിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു റിസർവ് ആയിട്ട് ഇപ്പൊ കൂടുതലാണ് നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം കൂടുതൽ റിസർവിലാണ് കിടക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇന്റർലെക്സ് പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ടൈമിന് ഞാൻ പോഡ്കാസ്റ്റിലുണ്ടായി നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേനെ. ചെയ്യുമായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് തള്ളികളായി? അത്ര ബോറാ ഞാൻ. നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പോഡ്കാസ്റ്റില് നിങ്ങളും വൈഫും കൂടെ വന്നപ്പോൾ അത് നല്ല പോഡ്കാസ്റ്റ് ആയിരുന്നു. പിന്നെ അന്ന് തന്നെ ആക്ടിങ് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് ഞാൻ ചെയ്യാതെ ഭയങ്കര രസമായിട്ട് നല്ല രസമുള്ള കുറെ ചിരിച്ചു നമ്മള്. ഭയങ്കര രസമുള്ള പോഡ്കാസ്റ്റ്. അത്യാവശ്യം അടിപൊളി. അത് നമുക്ക് ഇനി ഓൾ സ്കൂൾ ബോയ്സിൽ കൊണ്ടുവരണം. ആ സാധനം ഞാൻ തരും. എന്നിൽ ഉള്ളതെല്ലാം ഞാൻ തരും. നിങ്ങൾക്ക് വേണ്ടി തരും. പക്ഷെ നിങ്ങൾ തരുന്നില്ല. ചുമ്മാ ഇല്ല. എടാ ഞാൻ പറയട്ടെ, പെട്ടെന്നായിരുന്നു ഈ ധോനിയൊക്കെ ഈ കളിക്കളത്തിൽ നിന്ന് റിട്ടയർഡ് ആവുന്നെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിലൂടെയാണ് ഇട്ടിരുന്നത്. കുറേ നാൾ മിണ്ടാതിരുന്ന് പോസ്റ്റിലൂടെ ഇട്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ പോസ്റ്റിലൂടെ ഇട്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇവരൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, നമ്മളെ
ഗുഡ് ബൈ പറയാണ് എന്ന് പറയുന്നൊരു പോസ്റ്റ്. അപ്പോൾ ആ പോസ്റ്റ് ഭയങ്കര രസമുള്ള പോസ്റ്റായിരുന്നു. പക്ഷെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം കേരളക്കരയിലെ ഓൾമോസ്റ്റ് ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം, അത്രയും ഇതായിട്ട് നിന്നവർ ഒരു പോസ്റ്റ് കാണുമ്പോൾ സംസാരിച്ച ഒരു വിഷയമായിരുന്നു. എനിക്ക് അഖിൽദാസിന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് അവൻ ജെന്യൂനായിട്ട് പറയുന്ന എല്ലാ കാര്യം. ഇവന്റെ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഇവൻ എന്തൊക്കെയോ പറയും. ചുമ്മാ അല്ല അവന് പറയാനുള്ളത് പറഞ്ഞോട്ടെ. കണ്ണെന്ന് അറിഞ്ഞില്ല, അത് അഭിനയം. നീ വാ ഇവിടെ, മൈക്കുണ്ട്, നമുക്കിവിടെ ഇരിക്കാടാ. ഓൾഡ് സ്കൂളിൽ പ്രശ്നമുണ്ടല്ലേ? പിന്നെ ചൂട് പഴംപൊരി തട്ടിയിട്ട് കരഞ്ഞാണ് നീ ചുമ്മാ. അത് റീലിന് വേണ്ടി കണ്ണു തന്നെ. അപ്പോഴേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിട്ട റീല്, കാർത്തിക് സൂര്യയായിട്ടിരുന്നത് ചെയ്ത റീല്, നിങ്ങളുടെ ആ വിഷ്വലൊക്കെ ഇട്ടിട്ടുള്ള സാധനം അത്യാവശ്യം സംസാരം പോയി 2 മില്യൺ ആൾക്കാർ കണ്ട്. 2 മില്യൺ ചുമ്മാതെയാണ്. അപ്പം ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ആ പോസ്റ്റിൽ നിന്ന് പിന്നെ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കാണുമ്പോൾ എല്ലാവരും ഇത് ആസ്കിയിട്ടുള്ള നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പൊഴിഞ്ഞു പോകലായിരുന്നു, എല്ലാവരും ഇങ്ങനെ പൊഴിഞ്ഞു പോകുമായിരുന്നു. അത് എന്തായിരുന്നു നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? കാർത്തിക്കിൻ്റെ ഇൻ്റലക്സിൽ ഇനി വേണ്ട, ശ്രീകാന്ത് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം? ആ പോസ്റ്റ് ഇട്ടിട്ട് ഇറങ്ങുക അല്ല, നമ്മളായിട്ട് എടുത്തൊരു തീരുമാനമൊന്നും അല്ല അത് ഒരു ഇതെത്തിയപ്പോഴത്തേക്കും നമ്മൾ പാർട്ട് വേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, ചെയ്തു. അപ്പൊ അങ്ങനെ നിർത്തി പോകണമെന്ന് നമുക്ക് ആഗ്രഹം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ്. പിണക്കമുണ്ടോ? അപ്പൊ സംസാരിക്കോ നിങ്ങൾ എപ്പോഴും? ഇപ്പോഴങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ വിളിച്ചാലും സംസാരിക്കും നിങ്ങൾ? വിളിച്ചാലും സംസാരിക്കും. ചുമ്മാ ഒരു എസ്ഓർണോ വേറെ ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എസ്ഓർണോ മാത്രം പറഞ്ഞാൽ കാർത്തിക് വന്നിട്ട് പറയണം അഖിലെ വിനു അളിയന്മാരെല്ലാം നമുക്ക് ഇന്റർലെക്സ് ഒന്നുകൂടെ തുടങ്ങാം, നിങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ എസ്ഓർണോ? അല്ല, അതിപ്പം എസ്ഓർണോ അളിയാ, അതിന് എല്ലാ ക്വസ്റ്റിനും എസ്ഓർണോ എസ്ഓർണോ പറഞ്ഞില്ല. ചെറുട്ടല്ലേ അവൻ വന്ന് നിങ്ങളടുത്ത് വന്നിട്ട് സോറി എല്ലാ കാര്യത്തിനും വാ എന്ന് പറഞ്ഞു വിളിച്ചാൽ നിങ്ങൾ അങ്ങനെ സോറി പറയേണ്ട കാര്യം ഇല്ല. നിങ്ങളെല്ലാം അങ്ങോട്ട് സോറി പറയേണ്ട കാര്യം അല്ലല്ല. സോറി പറയാൻ അതിന് മാത്രം മറ്റേ തെറ്റൊന്നുമില്ല. ആ, അടിപൊളി ഇതല്ലേ അങ്ങനെ സോറി. അവൻ പറയാണ് നിങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തിരിച്ച് വ്ളോഗിങ്ങിലോട്ട് വാന്ന് പറഞ്ഞ. അതിന്റെയൊക്കെ ടൈമൊക്കെ ഒരുപാട് കഴിഞ്ഞില്ലേ? പുള്ളിയും പുള്ളിയുടെ ഇതൊക്കെ വ്ളോഗായിട്ട് സന്തോഷമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. നമ്മളും ഒരു ഓൾഡ് സ്കൂള് ഒരു 3 ഇത്രയും പേരുമായിട്ട് നമ്മൾ ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. നമ്മളിപ്പം ഫണ്ണായിട്ട് ആഴ്ചയിൽ ഒരിക്കയോ മാസത്തിൽ ഒരിക്കയോ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവായിരുന്നു. പക്ഷെ ഇപ്പം സീരിയസ് ആയിട്ട് ഒരു ഈ ഓൾഡ് സ്കൂൾ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് ഓൾഡ് സ്കൂളിലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാം, നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാം. അതിന്റെ ഇടയിൽ നിങ്ങൾ ജസ്റ്റ് വാ, വീഡിയോയിൽ വാ എന്ന് പറഞ്ഞാൽ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിരുന്ന ഒരു ഉത്തരം തന്നെ. ഒരു 30 എസ് പറഞ്ഞു. ഇനി പറയുന്നത് ഇത് ടെന്നീസ് കളിക്കുന്നവരാണ്. അപ്പം മിനു പോണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനായാലും ഇപ്പൊ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എന്നെ വിളിക്കുകയാണ്, എന്നെ വിളിച്ചിട്ട് പറയാണ് എടാ അത് പറ്റിപ്പോയി വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടാ. നിങ്ങൾ എത്ര വർഷമാടാ? പക്ഷെ ഞാൻ സംസാരിക്കും, എന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച്. വിനുവും ശ്രീകാന്തും അങ്ങനത്തെ ക്യാരക്ടറാണ്. ജെന്യുവനായിട്ട് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ അത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവൻ ജെന്യുവൻ അല്ലേ? ഞാനും അവരും ജെന്യുവൻ ആണ് സംസാരിക്കുക. അപ്പൊ അവനാണ്. അഖിൽദാസ് ഒക്കെ ഇപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. വിനുവിനെ തടവ്. ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ ജെന്യുവൻ ആണെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് നീ ജെന്യുവൻ ആണ്. ഞാൻ പറയുന്നത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് അതെന്താണ് സംഭവം, അത്രേ ഉള്ളൂ. ചിലപ്പം നമ്മള് ചിലപ്പം നമ്മള് ചിലപ്പോ നമ്മള് മനസ്സിൽ വിചാരിക്കണത് എനിക്ക് ഈ കൺവേ ചെയ്യണ ഒരു കുറച്ച് വേറെന്തെങ്കിലും വരും. ഉദ്ദേശിക്കണ ചിലപ്പോ കൺവേ ആവൂല. അങ്ങനെ ഒരു പ്രസന്റേഷന്റെ കുഴപ്പമുണ്ട്. മനസ്സിലായി. ആ ചിക്കൻ കഴിച്ചു നോക്കിയോ നീ? ഇല്ല ഇത് കുറെ ഉണ്ട്. സമോസ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കഴിച്ചോ നീ? ചിക്കൻ ഇതും കൂടെ കഴിച്ചോ? അത് കഴിച്ചു. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇത് ആൾക്കാർക്ക് ഇതൊക്കെ അറിയാനായിരുന്നു. അല്ല, നമ്മള് ഇപ്പം ലോകത്ത് ആദ്യമായിട്ട് അടിച്ചു പിരിയണ ആൾക്കാരൊന്നും അല്ലല്ലോ. അല്ല, അടിച്ചു പിരിഞ്ഞിട്ടില്ലല്ലോ. അടിച്ചു പിരിയണല്ല, അടിച്ചു പിരിയണെന്ന് വെച്ചാൽ ഒരു ചാനൽ നിർത്തി.
അത് ഒരു ഫാക്റ്റ് ആണ്. ചാനൽ നിർത്തി ഇറങ്ങി. നമ്മൾ ചാനൽ നിർത്തുന്ന മാത്രമേ അറിയുന്നുള്ളൂ, പുറത്തുള്ളവർ മനസ്സിലായില്ല. അത് സംസാരം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം. പക്ഷെ നിങ്ങൾ കല്യാണത്തിന് വരുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ വന്ന് കല്യാണം വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ നിങ്ങളുടെ ഇത്രയും നമ്മൾ കാണുന്നത് വ്ളോഗിങ്ങില് ഇപ്പൊ കുടുംബജീവിതം കുറെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്, സെന്റിമെന്റൽ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് അതൊന്നും പറയുന്നില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല, ഇറങ്ങാണ്. അപ്പൊ നമുക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് സംഭവം, ഇതെന്താണ് പ്രശ്നം, ഇത് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇടയിലുള്ള സാധനങ്ങൾ, ചില സാധനങ്ങൾ പേഴ്സണലാണ്. അപ്പൊ നമ്മളത് പേഴ്സണലായിട്ട് തന്നെ വെച്ചേക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലേ? ഇല്ല, അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് വരില്ല. ഇല്ല, എന്റെ അടിയോ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും അല്ല. നിങ്ങളുടെ ആയിട്ടുള്ള പേഴ്സണൽ തീരുമാനത്തിൽ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ കാർത്തിയും കൂടെ കൂട്ടി 5 പേരായിട്ടുള്ളൊരു പേഴ്സണൽ തീരുമാനങ്ങളിലാണ് നിങ്ങൾ ഇറങ്ങാണ്. ഓക്കെ, ശരി. അപ്പോൾ ഭാവിയിൽ എന്താണ് പ്ലാന്? ഇപ്പം എന്താണ് അളിയന്റെ പ്ലാൻ? എന്താണ് ഭാവിയിൽ? ഇപ്പം ഇത് പ്ലാൻ ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്റെ പ്ലാൻ. നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അവന്റെ പ്ലാൻ, അവന്റെ ലക്ഷ്യം. ഇപ്പോ ഈ ഓൾഡ് സ്കൂളിന്റെ പ്രത്യേകത അതാണ്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് അവന്റെ ആണ്, നമ്മുടെ അതല്ല. അഖിലേഷ്, നിനക്ക് അവിടെ നിന്നപ്പോൾ നീ മാർക്കറ്റിംഗ് പരമായിട്ട് കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും ആഡ് വരുമ്പോൾ നീയാണ് നോക്കുന്നത്, അതിന് ഇത്ര ഒരു പെർസെൻറ്റേജ് നിനക്ക് സാലറിയിൽ ഒരു ഫീസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരെ അതിൽ നിന്ന് മാറുമ്പോൾ നിന്റെ ഇൻകം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാണ്. അതെ. പക്ഷെ ബ്രോ എനിക്കത് ആദ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രോ. കാരണം എന്തായാലും നമുക്ക് ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലാൻ ചെയ്ത് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഉറപ്പായിട്ടും കുഴപ്പമില്ലാതാണ് പോകും. ഈ ഫുഡ് പരമായിട്ടായിരിക്കുമോ നിങ്ങൾ? ഫുഡും പോഡ്കാസ്റ്റും ഇതായിരിക്കും മെയിനായിട്ട്? അല്ലെങ്കിൽ ഇനി പുതിയ സംഭവങ്ങളൊക്കെ വരുമോ? ഇനി അവിടെ ഒരു പുതിയ സ്റ്റുഡിയോ കാണാൻ പറ്റുമോ നമുക്ക്? ആ പുതിയ വീട്ടിൽ പുതിയ സ്റ്റുഡിയോ വരും. ഫുഡ് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കണ്ടന്റ് എടുക്കുക. ചിലപ്പോൾ ഫുഡായിരിക്കാം, ചിലപ്പോൾ ട്രാവൽ ആയിരിക്കും, ചിലപ്പോൾ പോഡ്കാസ്റ്റ് ആയിരിക്കും. എവിടെയാണോ നല്ല കണ്ടന്റ് എടുക്കാൻ പറ്റുന്നത് അത് ചെയ്യും. നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്താണോ അതെല്ലാം നമ്മൾ ചെയ്യും. അല്ല, ഇനി യൂട്യൂബിൽ ഇപ്പം ഏതെങ്കിലും ഒരു നീഷോ അങ്ങനെങ്കിൽ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരുന്ന മൂഞ്ചി ഇരിക്കത്തേ ഉള്ളൂ. ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് മാറുന്ന ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നല്ലതാണ്, അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ മാറ്റിയ ചേഞ്ചസിലൊക്കെ. വിചാരിച്ചതിനകത്ത് റീച്ചൊക്കെ കിട്ടി തുടങ്ങി. കുഴപ്പമില്ല. എന്നാലും മറ്റെന്താ പറ്റി വീഡിയോ കുറച്ചത്? എനിക്കും കുറെ പ്രശ്നങ്ങളില്ലടാ. തൂക്കിയല്ലോ കൊറേ അധികം ഞാൻ പറയാത്ത പ്രശ്നങ്ങളുടെ വീഡിയോ നമ്മൾ നോക്കുമ്പോഴേ കുറവാ, വളരെ ഫ്രീക്വൻസി കുറവാ. ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ ഒരു യൂട്യൂബിൽ വന്ന ടൈം നമ്മൾ കൊറോണ ആ ഒരു ടൈമിലായിരുന്നു വന്നത്. അപ്പോഴത്തൊക്കെ ആശിക്കും ഞാനും കൂടെ നിന്നുകൊണ്ട് മാസത്തിൽ 4 വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് ഇടുമായിരുന്നു. പിന്നെ നിങ്ങളായിട്ടൊക്കെ വന്ന് ഭയങ്കര കോഞ്ഞയൊക്കെ അടിച്ച് അങ്ങനെ കുറേ സാധനം നമ്മൾ സുഹിത്തണ്ണൻ്റെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് നടന്ന വ്യക്തികളാണ്. അപ്പം അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഇടാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ കൊറോണ കഴിഞ്ഞ് വീണ്ടും ജോലി സ്ഥലത്ത് വീണ്ടും പോയി വർക്കിംഗ് അങ്ങനെ സാധനം നോർമലായപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ആശിക്കും ഭയങ്കരമായിട്ട് ബിസിയാണ്, വിചാരിക്കുമ്പോഴത്തെ ആളല്ല, ഭയങ്കര സാലറിഡ് പേഴ്സൺ അല്ല. അപ്പം അവനും തിരക്കാണ്. കാരണം പിന്നെ FM-ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രഷർ വന്നു. ആ മാറ്റമാണ് ഇവൻ ഒരെണ്ണം. അവൻ ക്ലബ് FM-ൽ കയറി. അല്ല, അവന്റെ ആധികാരികമായിട്ട് പറയാവുന്നതാണ് തീർത്ത്. അല്ല, ഈ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ച പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോഡ്കാസ്റ്റിൽ ആക്ച്വലി പണ്ട് ചെയ്ത ഇന്റർലെക്സ് പോഡ്കാസ്റ്റിന് മുന്നേ ഞാൻ വേട്ടാവിളിയും പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് കാർത്തിക് സൂര്യയുടെ വീട്ടിൽ പോയിട്ട് സോഫയിരുന്ന് അവൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ അതെന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ പോഡ്കാസ്റ്റ് അന്നേ ഹിറ്റായിരുന്നു സാധനം. RJ അന്തുവും ഞാനുമായിട്ട് തുടങ്ങാനാണ് ഇരുന്നത്, ആശിക്കുമായിട്ട് 3 പേര്. അന്തുമായിട്ട് സംസാരിച്ചപ്പോൾ അന്തു ഏഷ്യനെറ്റിൽ പോയി. പിന്നെ അന്തുവിനും തിരക്ക് കുറേ കാര്യങ്ങൾ, അപ്പോൾ അവൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി പോയിരുന്നു. പോഡ്കാസ്റ്റിന് എന്തോ ഒരു പവറുണ്ട്. എനിക്ക് ഈസിയാണ്, കാരണം ഞാനൊരു റേഡിയോ ജോക്കിയാണ്, 14 വർഷമായി. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് സംസാരിക്കാൻ അറിയാം, കുഴപ്പമില്ലാതെ പോവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവൻ ഭയങ്കര മോട്ടിവേഷൻ. ഇവൻ ചുമ്മാ എന്താണ് നിങ്ങൾ കാണിക്കുന്ന, വയസ്സായി ചാവാറായില്ലേ, എന്താണ് പോഡ്കാസ്റ്റ്? അതാണോ മോട്ടിവേഷൻ? അത് ഡിമോട്ടിവേഷൻ അല്ലേ?
എനിക്ക് അതൊക്കെയാണ് മോട്ടിവേഷൻ. എന്താടാ നീ കാണിക്കുന്നത്, നിങ്ങൾ തുടങ്ങി ഞാൻ അങ്ങനെ ചെയ്തുകൂടെന്ന് പറഞ്ഞ് ഒരു ദിവസം രാത്രി ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു രണ്ടും കളിപ്പിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ഓണറുമായിട്ട് സംസാരിക്കുന്നു. എനിക്ക് സ്റ്റുഡിയോ ഇല്ല, വീടില്ല, കുടുംബം ഇല്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ തുടങ്ങിയോ അവിടെ ബാത്റൂമിൻ്റെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ അങ്ങനെ ആ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് മാറി നമ്മൾ ഇതിൻ്റെ അകത്ത് സാധനം സെറ്റപ്പ് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം അങ്ങ് വാങ്ങിക്കായിരുന്നു, ഒന്നും നോക്കല്ല. അപ്പൊ ഇത് മച്ചാന്റെ ആണിത് വാങ്ങി ഇതല്ല ഇത് എക്സ്ക്ലൂസീവ്. ഇതൊക്കെ നമ്മൾ മേടിക്കാൻ നമ്മുടെ ഇതിൽ അങ്ങ് മേടിച്ചതാണ്. അങ്ങനെ തുടങ്ങാൻ പോഡ്കാസ്റ്റിന് ഭയങ്കര സ്കോപ്പ് കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾ പോഡ്കാസ്റ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. മെയിൻ തിങ് സ്പോട്ടിഫൈയിലൊക്കെ ഭയങ്കര നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ടീമാണ്. അപ്പം മലയാളത്തിൽ ആരാണ് ആ ടൈമിൽ? നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? അല്ല കിടിലായിരുന്നു. അതന്നെ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് കിട്ടിയ നമുക്കായിരുന്നു. അപ്പം നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, സ്പോട്ടിഫൈയിൽ മലയാളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ടീം ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് ആയിരുന്നു. അത് ഇവരുടെ വിജയമാണ്. നമ്മള് മുംബൈയിൽ പോകുമ്പോഴേ അതും കൂടെ പറയാം. മുംബൈയിൽ അന്ന് ഉണ്ടായ വഴക്കാണോ? അല്ല, വഴക്കൊന്നും ഉണ്ടായില്ല. അന്നൊക്കെ പോയപ്പോഴ് അവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ നമ്മള് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മറ്റേ അത് രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിലുള്ളല്ലേ നോർത്ത് ഇന്ത്യൻസിന് വരെ, അതായത് സ്പോട്ടിഫൈയിൽ വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസിന് വരെ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് അറിയാം. അത്ര രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഭവം. കൊള്ളാം, തള്ളു എല്ലാം ഉണ്ടായിരുന്നു. കാരണം മലയാളികളല്ല, നിങ്ങൾ തന്നെ അറിയാം. അല്ല, അവിടെ അന്ന് നമ്മുടെ കൂടെ ഇത് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് അതിന്റെ ബേസിലാണ് അവര് ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ഒക്കെ നമുക്ക് തന്നത്. അല്ല, അന്ന് നമ്മുടെ കൂടെ ഷെയർ ചെയ്ത് മറ്റേ അങ്കുർ തിവാരി, പിന്നെ മറ്റേ ഒരു അമിതാഭ് ബച്ചൻ ഇന്നലെയും കൂടി ഇതിന്റെ നെപ്പോട്ടിസത്തിനെതിരെ പറഞ്ഞേ ഉള്ളൂ. ഇന്ന് അമിതാഭ് ബച്ചന്റെ ചെറുപ്പം അത്രയും ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ അന്ന് ആ സ്പോട്ടിഫൈയുടെ ഒരു സംഭവം ഭയങ്കര ഗുണമായിരുന്നു. കാര്യം കുറെ ഒരു കാറിലൊക്കെ പോകുമ്പോഴേക്ക് മിക്കപ്പോഴും ഈ മലയാളം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ കുറെ ഫെമിലിയാരിറ്റി ആൾക്കാർക്ക് വന്നു. അപ്പൊ അതിന് പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു? സ്പോട്ടിഫൈ ഉണ്ടായിരുന്നു. ഒരു കോൺട്രാക്ട് ആയിരുന്നു, ഒരു വർഷത്തേക്ക് അവർ നമുക്ക്. അപ്പം അങ്ങനെ എത്ര വർഷം ഉണ്ട്? ഒരു വർഷം. ഒരു വർഷമായിരുന്നു. അവർ ഒരു വർഷമാണ്. ആ ഒരു വർഷം കഴിഞ്ഞ് അവർ പിന്നെ പുതുക്കാനൊന്നും പോയില്ല. പുതുക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നിങ്ങളെ ഇറങ്ങിയല്ലേ? അടുത്തതിനുള്ളൊരു അവസരം നമ്മൾ. അത് നല്ല പേയ്മെന്റ് ആണ് ആക്ച്വലി, പറയുന്നതിന് കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത പേയ്മെന്റ് ആണ്, നല്ലൊരു പേയ്മെന്റ്. ഒരു വർഷത്തേക്ക് ഒരു എമൗണ്ട് കിട്ടും. ഓ, അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുമായിരിക്കും അല്ലേ ഈ ഒരു പോഡ്കാസ്റ്റ്? എന്താ പറയടാ, നീ പറ. ഈ ഒരു പോഡ്കാസ്റ്റ് മച്ചാൻ ലിസ്റ്റ് ഈ പോഡ്കാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. നാളെ ഒരു വ്യക്തി ആ സമയത്തിൻ്റെയും കൂടെ ഒരു ഗുണമാണ്. കാര്യം നമുക്ക് അന്ന് കോമ്പറ്റീഷൻസോ അങ്ങനെ വേറെ ആരും ഇല്ലായിരുന്നു. നമ്മളായിരുന്നു കുറച്ചുകൂടെ പോപ്പുലർ. പിന്നെ കാർത്തിക്കിന്റെ ഫേസ് വാല്യൂ ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതിൽ നന്നായിട്ട്. പക്ഷെ അത് പിന്നീട് നിങ്ങളുടെ ഫേസ് വാല്യൂ ആക്കി മാറ്റി നിങ്ങൾ. അതെങ്ങനെ? സംസാരത്തിലൂടെ ആ ഒരു ഫേസ് വാല്യൂ കൊണ്ടുവന്നു. അവൻ പറഞ്ഞ കാർത്തിക് സൂര്യ ആയിരുന്നു ഇന്റർലെക്സ് എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് പിന്നീട് അപ്പൊ കാർത്തിക് സൂര്യ ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളായിരുന്നു മെയിൻ ആയിട്ട് നോക്കി 3-4 പേര് ഗസ്റ്റ് ആയിട്ടിരുന്ന് നിങ്ങളായിട്ട് സംസാരിച്ച് ഉണ്ടായിരുന്നു. അത് സ്പോട്ടിഫൈ കൂടി ഇതായിരുന്നു. നമുക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് വീക്കിലി 3 ഇട്ടേ പറ്റുള്ളൂ. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട്ടേ പറ്റുള്ളൂ. വീക്കിലി 3 വീഡിയോസ് വെച്ച് ചെയ്യണമെന്നുള്ള അവർക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. വീക്കിലി 3 നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓഡിയോ തന്നെയാണ്, സ്പോട്ടിഫൈയിൽ ഓഡിയോ തന്നെയാണ്. വീക്കിലി അല്ല, വീക്കിലി 3 ഒരു നമ്പർ എന്തോ ഉണ്ടായിരുന്നു. ഒരു വർഷം 144 വീഡിയോ, ആഴ്ചയിൽ 3 വീഡിയോ അതായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഒരു 24 മണിക്കൂർ മുമ്പ് അപ്പ് ചെയ്യണം. യൂട്യൂബിൽ ഇടുന്ന മുമ്പ് 24 മണിക്കൂറാ, അത് 48 മണിക്കൂറാ? 24 മണിക്കൂർ. ആക്ച്വലി ഈ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് കാരണം സ്പോട്ടിഫൈക്ക് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഓഡിയൻസ് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മള് നമ്പർ 10 ഉണ്ടായിരുന്നു. ടോപ്പ് ഇന്ത്യ ടോപ്പ് 10 നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വരുവായിരുന്നു. പോഡ്കാസ്റ്റ് ടോപ്പ് 10 വരിക എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് 10 ഉണ്ടായിരുന്നു. ട്രെൻഡിങ്. അതെ. ഈ RJ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ കുറേ അധികം അമളികൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസിലായാലും പറ്റുന്നതാണ്. ഓഫ് കോഴ്സ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില സമയത്ത് നമുക്ക് പറ്റിപ്പോകാറുണ്ട്. അങ്ങനെ പറ്റുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിന് ചിലപ്പോൾ ഒരു ഇറിറ്റേഷനോ ദേഷ്യമോ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുന്നേ നിങ്ങളടുത്ത് ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ജെന്യൂൻ ആയിട്ട് പറഞ്ഞു. ഭാഗ്യം. പക്ഷെ വീരും പക്ഷെ പല്ലിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരമല്ലേ കഴിച്ചപ്പോ ഞാൻ ഫുള്ള് മറഞ്ഞ് ഞാൻ
അല്ലടാ നിന്റെ ക്യാമറ അവിടെ പ്രശ്നമില്ല, അതിന് പ്രശ്നമില്ല. അപ്പോഴേ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഇനി പോഡ്കാസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴോ അവർ ഗസ്റ്റ് പറയുന്നു അത് വേണ്ട, ശരിയല്ല, അത് ചോദിച്ചാൽ ശരിയായില്ല എന്നൊക്കെ? അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. കട്ട് ചെയ്യാൻ പറ്റും. ചിലത് അവരറിയാതെ പറഞ്ഞു, അത് അവർക്ക് തന്നെ പറയാതെ അവര് പോലും പറഞ്ഞിട്ടില്ല. ചിലപ്പോ നമ്മളൊക്കെയാണ് ചിലപ്പോ പറയുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം എയറിൽ പോവും. അത് അങ്ങനെ സജഷൻ ചിലർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, പറഞ്ഞു പോയിട്ട് പിന്നെ പറയാറുമുണ്ട് അത് വേണ്ട, ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ കുറെയൊക്കെ അങ്ങനെ നോക്കാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അതാ ഉല്ലാസിന്റെ ശ്രീമാൻ ഉല്ലാസിന്റെ കഴിവ് അതാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഏറിപ്പോകാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ നമുക്ക് പിന്നീട് പോയി റീചെക്ക് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ദേവൻ തന്നെയായിരുന്നു ആ ഒരു പ്രോസസ് എല്ലാം നന്നായിട്ട് നോക്കി. അടിപൊളി. നാളെ ഒരു സമയത്തെ ഈ നിങ്ങളുടെ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ ആയിക്കോട്ടെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അതിന്റെ ചോദ്യമാണ് എന്റെ കയറി വരൽ ഉദ്ദേശിച്ചത് 1 മില്യൺ എബോ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യും. ബാക്കി അത് അപ്രീഷിയേറ്റ് ചെയ്യാം. അവരെ മൊത്തം കേട്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം വിട്ട് കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഇറങ്ങുമോ? ജോലി ഉള്ളവർ പറയൂ. അപ്പൊ ജോലിയുള്ള ശ്രീകാന്തും അരുണും ഇല്ല, ശ്രീകാന്തേട്ടനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ശ്രീകാന്തേട്ടൻ കുറച്ച് പ്രൊഡക്ടിവിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്, എപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. എനിക്കിങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇതിന്റെ കൂടെയൊക്കെ നടക്കാറുണ്ട് ഇല്ലേ? പിന്നെ അവനെ കിട്ടാൻ തന്നെ പാടാണ്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാനോ എന്തെങ്കിലും കൊണ്ടുപോയി ചിലപ്പോ ട്രിപ്പിലായിരിക്കും. ഇഷ്ടമാണ്, ഇടയ്ക്ക് പോകും ഞാൻ. പക്ഷേ നേരത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഈസി ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കൊച്ചിയിലും കൂടി പോകണോണ്ടാണ് ഫ്രീക്വൻസി ഞാൻ കുറച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ഇപ്പം നിങ്ങളുടെ ചാനൽ 1,13,000 സബ്സ്ക്രൈബേഴ്സായി. ഇത് നമ്മൾ കയറി ഒരു 2 മില്യൺ ആവണ സമയത്ത് ഇപ്പൊ ജോലിയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ശ്രീകാന്ത് ചേട്ടനായിക്കോട്ടെ, അഖിലേഷ് ചേട്ടനായിക്കോട്ടെ. അപ്പം ഈ ജോലിയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഓരോരോ തസ്തികകൾ എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഒരാൾ മാനേജർ, ഒരാൾ ക്യാമറാമാൻ, അത് എക്സാമ്പിൾ ആണ് കേട്ടോ, ഒരാൾ പോഡ്കാസ്റ്റിന്റെ കോർഡിനേറ്റർ, ഒരാൾ ബ്ലോഗിന്റെ കോർഡിനേറ്റർ, അങ്ങനെ ഓരോ തസ്തികകൾ എടുത്തിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടും. അത് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നോക്കാം. സത്യം പറഞ്ഞാൽ ഒരു റവന്യൂവിന് വേണ്ടി അല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് അല്ലേ. അപ്പം റവന്യൂ വരുമ്പോഴത്തേക്കും മറ്റേത് നിർത്തണം എന്നുള്ളൊരു സാധനം അല്ലല്ലോ. അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓക്കെ നിർത്താം. ഇപ്പം നമ്മൾ ഫുൾ ടൈം നിന്നാലേ ഓടുള്ളൂ, 1 ലക്ഷം ഒന്നും പോരാ. അല്ല, അങ്ങനെ ഒരു അവസ്ഥ വരുവാണ്. നിങ്ങൾ അങ്ങനെ ഇത് വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റാഫിനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റാഫിനെ എടുക്കും. നമ്മൾ ചില പ്രൊഡക്ഷൻ ആയിട്ട് ചെയ്യുമായിരിക്കും. അത്രയും വലിയൊരു ഇതാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ നമ്മൾ തന്നെ നിൽക്കും. ഇല്ല പുറത്തുള്ള ഒരാൾക്കാണ് നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അതിലേ ചെയ്യുള്ളൂ. അല്ല, നിങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളെടുത്താ വരുമോ? ഇപ്പോഴേ എടുത്തിരിക്കുന്നു. അല്ല, നേരത്തെ ചെയ്യുമ്പോൾ ക്ലയന്റിനെയൊക്കെ അന്വേഷിച്ച് പോകാറുണ്ടോ നിങ്ങളുടെ ഓൾഡ് സ്കൂൾ ബോയ്സിന് വേണ്ടിയിട്ട്? അഖിലേഷ് അങ്ങനെ ചെയ്യാറുണ്ട്? എനിക്ക് ശരിക്കും ഇവര് ചിലപ്പോൾ ചില കോണ്ടാക്ട്സ് തരും, സംസാരം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെ രണ്ടുമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ്? അരുൺ കല്യാണം കഴിഞ്ഞു, പിന്നെ അഖിലേഷ് കല്യാണം കഴിഞ്ഞു, ഈ 2 പേരേ ഉള്ളൂ. ബാക്കി എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നുണ്ട്? ചേട്ടന്റെ കല്യാണം ആയെന്ന് തോന്നുന്നു. അനിയനാണ്, അനിയന്റെ കല്യാണം. അവന് 12 വയസ്സേ ഉള്ളൂ. ആണോ? താങ്കളുടെ കല്യാണമാണ് ആയത് ശ്രീകാന്ത്? ഇവന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. ഒരു കല്യാണ ലെറ്റർ കേസ് ഇങ്ങനെ പറഞ്ഞു, ശ്രീകാന്തിന്റെയോ ചേട്ടന്റെയോ അനിയനോ. അപ്പൊ അദ്ദേഹത്തിന് എന്റെ കസിന്റെ കല്യാണം ഉണ്ട് അടുത്ത മാസം. ഉണ്ടല്ലേ? പുള്ളി എന്തോ വീട്ടിൽ വന്ന് വിളിച്ചു എന്ന് നമ്മുടെ ഓഫീസിലൊരു സ്റ്റാഫ് പറഞ്ഞു. എന്റെ കസിന്റെ കല്യാണം. അപ്പൊ അതായിരിക്കും. ഓക്കെ. അത് ഞാൻ വിചാരിച്ചു ശ്രീകാന്തിന്റെ ചേട്ടന്റെ എല്ലാം കല്യാണം എന്താ നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് സംഭവം? ഇപ്പം നോക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ടൈം ആയില്ലടാ മുത്തേ. ടൈം ആയില്ല. പോഡ്കാസ്റ്റ് ഇങ്ങനെ കൂട്ടുകാരായിട്ട് കളിച്ചിരിച്ച് നടന്നാ മതിയാ മതിയെന്നാണ് അഖിൽദാസ് പറയുന്നത്. വരയ്ക്കുന്ന ഇന്ത്യൻ മാപ്പൊക്കെ താഴെ കാര്യം പറ. നന്ദുകൃഷ്ണൻ പറഞ്ഞ് 36 വയസ്സ് കഴിഞ്ഞിട്ട് കെട്ടാവുന്നു. ആണാണ് കൃഷ്ണൻ പറഞ്ഞു. അവന് ജ്യോതിഷമല്ല, നമ്മുടെ സമയം വെച്ചിട്ടല്ല അവൻ പറഞ്ഞ താത്വികമായി അങ്ങനെയാണ് അതിന്റെ കൂടെ അറിയാന്നുള്ളവനല്ലേ അപ്പൊ അവൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് അറിയാവുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഹാഷിമൊക്കെ നേരത്തെ ഹാഷിമ് പറഞ്ഞു കുറച്ച് 33 ആയി. ആക്കി തന്നു നമുക്ക്. ഇനി നോക്കണം. ഇപ്പൊ നിങ്ങൾ 30 ആയോളൂ.
അതെ 30 കുറെ ഉണ്ടല്ലോ, 30-40 ഇടയ്ക്ക് കുറെ ഉണ്ടല്ലോ. ഈ ഫ്രണ്ട്സിന്റെ സ്റ്റോറി ഇട്ടിട്ടാണ് നിങ്ങൾ ഡേറ്റ് മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വയസ്സിൽ ഈ കല്യാണം വേണ്ട എന്ന് പറയുന്ന ഈ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയുമല്ലോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കുത്തമല്ലോ. എന്നാ അവനെ തന്നെ നോക്കാം. അല്ല അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. തോന്നിയില്ല അല്ലേ? അങ്ങനെ ഒരു കമ്പാനിഷിപ്പ് ആദ്യം കല്യാണം കഴിക്കണ ഉല്ലാസായിരിക്കും. അപ്പൊ എന്റെ തന്നെ അവന് മൈൻഡ് വന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ഉല്ലാസ വയസ്സ് 29 അങ്ങനെയല്ല, 28 അപ്പൊ പാരന്റ്സ് ഒക്കെ പറയില്ല എടാ എന്തെങ്കിലും? വീട്ടില് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ മതിയാ ഓൾഡ് സ്കൂൾ ബോയ്സിനെയാണ് മാതൃകയായിട്ട് ഇല്ല. ഞാൻ പറയും എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം, അത്രേ ഉള്ളൂ. കല്യാണത്തിന്റെ കാര്യം. ജോലിയുടെ കാര്യത്തിലോ? പറയൂല, താല്പര്യമില്ലാന്ന് പറയരുത്. അല്ല, ജോലിയുടെ കാര്യം ആദ്യമൊക്കെ ചോദിക്കും. ഈ സമയം ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം, ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വരുമാനം, ഇപ്പൊ ശ്രീകാന്തിനൊരു ജോലിയുണ്ട്, ഇപ്പൊ ഞാൻ റേഡിയോ പരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് റവന്യൂ വരുന്നതെന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ ഇടണം, അതിന് റീച്ച് വേണം, മനസ്സിലായോ? അതുപോലെ തന്നെ ആഡ് വരണം, അത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് വരുന്ന ആഡുകൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ. ഒറ്റയ്ക്ക് പറ്റുന്നില്ല. എന്നിട്ട് അത് കിട്ടിയിട്ട് പോലും നമ്മുടെ ചെലവുകൾ, ഈ ഫാമിലി കുറെ കാര്യങ്ങൾ, നമ്മൾ ഇത്രയും പേരുണ്ട്. അപ്പോഴ് ഷിഫിൻ പറഞ്ഞ പോലെ 2 മില്യൺ അടിച്ച് അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂട്യൂബിൽ ചിലപ്പോൾ ഇമ്പോസിബിൾ എന്ന് പറയാനുള്ള ഒരു സാധനമാണ് അല്ലേ? അപ്പൊ അല്ല, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിലങ്ങനെ ചോദിക്കും, സ്ഥിരമായിട്ട് ജോലി വേണ്ടെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരു വരുമാനം ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിൽ നിൽക്കുന്നത്. അല്ല, എന്റെ ഈ ഒരു സ്കില്ല് വെച്ച് എന്നെ മുന്നോട്ട് പോകാൻ തന്നെ എനിക്ക് താല്പര്യം. അവന് അത്യാവശ്യം നല്ല കഴിവുണ്ട്. അവൻ പണ്ട് തൊട്ടേ OG യൂട്യൂബറാണ്. അവൻ ജീവിച്ചോളൂ എങ്ങനെയായാലും, അവന് കഴിവുണ്ട്. ട്രാക്ക് മാറി. എങ്ങനെ സാധിക്കും? ഓജി സുനിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കോപ്പിയൊന്നും ഇല്ലേ? ഇല്ല, എന്റെ ചാനൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് നീ അങ്ങനെ കൊല്ലല്ലടാ ഒരാള്. ഒരു മര്യാദയോടെ നീ. അവൻ നമ്മുടെ വന്നതിന് ശേഷമാണ്. അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഒരു സമയത്ത് ഒന്നില്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഒരു ചെറിയ പാവക്കുട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് തലയിലങ്ങ് വെക്കുകയാണ്. ഒരു സമയത്ത് ഒന്നിലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. യവൻ പറയുമ്പോൾ ഒരിടത്ത് ഒരു പട്ടേ പറക്കോളം. പക്ഷേ കുളം വോളിബോളൊക്കെ നിന്റെ പറമ്പിലാണ് ഷൂട്ട് ചെയ്തത്. ആ കുളമൊക്കെ എപ്പോഴും ഉണ്ടോ? അത് ആരാ കണ്ടന്റ് കൊടുത്ത? അത് അവൻ തീരുമാനിച്ചാണ്? നിങ്ങളായിട്ട് എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത്? അത് ആ ടൈമില് നമ്മളിപ്പം ചായ കുടിക്കാനും എല്ലാത്തിനും ഒരുമിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോഴ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയും. അപ്പൊ ഇത് ചെയ്താലോ, അങ്ങനെ ചെയ്താലോ എന്ന് പറയും. അത് ഈ ഇടയ്ക്ക് ഞാൻ എടുത്തു വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെ എന്തോ പ്ലാൻ എന്ന് ആരെങ്കിലും ഒരു ഇതിൽ ബുദ്ധിയിൽ അത് ചെയ്താലോ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കത് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിൽ വന്ന് എല്ലാരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഓരോരുത്തർ അവരവരെ ഐഡിയ പറയുമ്പോഴത്തേക്കും എല്ലാം കൂടെ കോൺട്രിബ്യൂട്ട്. ആശുവിന്റെ ടർഫിൽ ഒരു ക്രിക്കറ്റ്, അതൊക്കെ അതേപോലെ എനിക്ക് തോന്നുന്നു കുളം വ്ളോഗ് ചെയ്തപ്പോ ആ ടൈമില് ശ്രീകാന്ത് എന്തോ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അതിന് നിങ്ങളെ സ്ക്വിഡ് ഗെയിം, അത് എന്റെ ചേച്ചിയുടെ അവിടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ അന്ന് ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സ്ക്വിഡ് ഗെയിം ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങളെപ്പോലുള്ള OG കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ വേണം പറയല്ലേ, അടിപൊളി. നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് പറയുമ്പോഴേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അത് ചെയ്തു എന്ന് പറയുന്ന സാധനം. അതൊക്കെ എത്ര ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു ആക്ച്വലി? 1-2 മാസത്തെ ഐഡിയ. ചെലവ് ഉണ്ടായിരുന്നല്ലോ അത്യാവശ്യം തന്നെ. നല്ല ചെലവുണ്ടായിരുന്നു. അത് പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ ആ ഒരു സാധനം ചെയ്തപ്പോഴത്തേക്ക് വന്നത്. നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് പുള്ള് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അത് ചെയ്യാൻ പറ്റി, അതിൽ നമ്മൾ വി ആർ സാറ്റിസ്ഫൈഡ്. പക്ഷേ പൈസ പക്ഷെ അത് നമ്മൾ അതിൽ നോക്കിയില്ല, അങ്ങനെ നഷ്ടത്തിന്. പക്ഷെ നമുക്കിത് വീഡിയോയിലെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സന്തോഷമായി. അത് തന്നെ ധാരാളമായിരുന്നു. കാരണം വന്നവരെയും നമ്മൾ അത്യാവശ്യം അവർക്ക് ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. അല്ല, അങ്ങനെ ഒരു സാധനം ചെയ്യാൻ ആക്ച്വലി പാടാണ്. കാര്യം ഫ്രെയിം ചെയ്ത സാധനം അല്ല. വേണമെങ്കിൽ ചെയ്യാം, ഇപ്പൊ ആൾക്കാരെ വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരെണ്ണം റീടേക്ക്. പക്ഷെ അങ്ങനെ അല്ല, അത് ഗെയിമായിട്ട് തന്നെ ഒറ്റ ഇതിൽ എടുത്ത സാധനമാണ്. അപ്പം ആൾക്കാരെ മാനേജ് ചെയ്യണം. അവർ അൺകംഫർട്ടബിൾ ആവാൻ പാടില്ല. അവർ അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിനെയും ബാധിക്കും. അത് ഒരു ടാസ്ക് ആയിരുന്നു, ടെൻഷനുള്ള സാധനമായിരുന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോഴ് അവരൊരു സഹകരണവും അവരൊരു സബ്സ്ക്രൈബേഴ്സ് അതിനൊക്കെ രജിസ്ട്രേഷൻ വന്നാണോ അല്ലേ? നല്ല
അത്ര ഇല്ല. നമുക്ക് ആകെ ഉള്ള കുറച്ച് ഒരു 30-35 പേര് വന്നതിൽ 30 പേരും വന്നു. രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരാണ് കറക്റ്റ് വരാന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും നമ്മൾ ഉള്ളി ഏരിയ വിളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കുക്കിംഗ് ആണെന്ന് വെച്ചാൽ അതിനകത്ത് ഔട്ടായപ്പോ മറ്റേ ഫ്ലിപ്പ് അടിച്ച ഒരു പയ്യ ഉണ്ടായിരുന്നു. അതെന്റെ കൂട്ടുകാരൻ അബു സുഫിയാൻ. ഓക്കെ ഓക്കെ. അതെന്റെ കൂട്ടുകാരനാണ്. വീഡിയോ കണ്ടിട്ടില്ല. സ്വന്തം കൂട്ടുകാരനെ പോലും തിരിച്ചറിയാത്ത സത്യം, ഇവനൊക്കെയാണ് ഫേക്ക് ഫ്രണ്ട്സ്. ഇവനാണ് ഫേക്ക്. പഠിച്ച പയ്യല്ലേ നമ്മളെ പോലെ അനാഥര അല്ല നമ്മൾ. അതെ അതെ, ഇങ്ങനെയാണ് ഫ്ലിപ്പ് അടിച്ച പോയി ഓടി. എവന്റെ കൂട്ടുകാരനാ അത്? ഓ ഇവന്റെ എടാ മോനെ, അവനെ കൂട്ടുകാരനോ? അവൻ മറന്നു കണ്ടൊരു പരിചയം. നല്ല ഇതാണല്ലേ പോഡ്കാസ്റ്റിൽ എന്റെ കൂടെ. സ്പോട്ടിഫൈയിൽ കയറില്ലേ ഞാൻ? അല്ല, അതില് കുറെ ദൂരത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ഗെയിമിൽ ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നത് ചിലപ്പോൾ വേസ്റ്റ് ആവും നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് കാറൊക്കെ ഓടിച്ച് കൊച്ചിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്, തൃശ്ശൂരിൽ നിന്നൊക്കെ. ഈ ഐഡിയ ആരായിട്ടാ സ്ക്വിഡ് ഗെയിം കളിക്കാം, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാം? ദാസനാണെന്ന് തോന്നുന്നു ഇട്ടത്. ഇട്ടത് ഇപ്പഴ് എങ്ങനെ ഐഡിയ ചെയ്യാന്ന് പറഞ്ഞ പ്ലാൻ? അപ്പോഴും ഇത് ആരും എല്ലാവരും നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഡിസ്കഷനിൽ എല്ലാവരുടെയും ഡിസ്കഷനിൽ നമ്മൾ സ്ക്വിഡ് ഗെയിമിൽ കണ്ടസ്റ്റൻസ് ആയിട്ടല്ലേ അങ്ങനെയാണ് ആദ്യം വന്നത്. പിന്നെ പതുക്കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി, എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളും കൂടെ ചെയ്യാന്നുള്ള ഒരു ഇതാക്കി. പിന്നെ അവസാനം സബ്സ്ക്രൈബേഴ്സ് മാത്രമാക്കി. നമ്പർ കൂട്ടി. ആദ്യം കുറച്ചായിരുന്നു, ഇവരൊക്കെ മാരക ക്രിക്കറ്റ് പ്ലേയേഴ്സാ. അയ്യോ, അതുണ്ട്. അത് ഐ ആം സൂപ്പർ ഹീറോ ഞാൻ കണ്ട ശ്രീകാന്ത് അടിപൊളിയായിട്ട് കളിച്ചു. എന്നാ കൊള്ളാം. നീ കളിച്ചു, ഞാൻ കളിച്ചു. നീ ആദ്യ കളി ജയിച്ചില്ലടാ. റീല് കണ്ട് എനിക്ക് തോന്നുന്നു അത് വീഡിയോയിലാണ്, അല്ലാതെ നിങ്ങളെ ലാസ്റ്റ് വരെ എന്തോ എത്തിയില്ലേ? അക്കൂസ് ലാസ്റ്റ് വരെ എത്തി. റണ്ണറപ്പ് ആയിരുന്നു. നല്ലതായിരുന്നു. നമ്മൾ വീണ്ടും കളിച്ചിട്ടുണ്ടല്ലോ, ചൂരലുമായിട്ട് കളിച്ചിട്ടുണ്ട്. അതൊക്കെ രസമായിരുന്നു. അത് രസമായിരുന്നു. ഇനി എന്തെങ്കിലും പ്ലാനിങ് വരാനുണ്ടോ? വലിയ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും? നമുക്ക് അങ്ങനെ ഇപ്പം ഇങ്ങനെ വലിയ ചായ കുടിക്കാൻ അല്ലല്ല, വലിയ സംഭവം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനി ഒരു കുറെ നാളായില്ലേ, അതുകൊണ്ട് ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ടൊന്ന് കാല് നീട്ടാന്ന് വിചാരിച്ചു. അതിന് ഇരിക്കണം. മറ്റേ സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് അടുത്ത. അന്ന് നമ്മുടെ ഹാഷിർ അവന്റെ പേരെന്താ? ഹാഷിമായിരുന്നു അത് ഫുൾ സ്പോൺസർ ചെയ്തത്. ഹാഷിമിന്റെ ടർഫ്, ഹാഷിമിന്റെ ടീഷർട്ട് എന്തോ അതിൽ 1-2 പേര് അതിന് ഫണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് കുറച്ച് സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് കോർ ഓഡിയൻസ് ഉണ്ട്. അതിൽ കുറെ പേര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് സജീവണ്ണം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ടോട്ടെ പ്രൈസ് മണി പുള്ളി അവിടെ ജോലി ചെയ്യുന്ന നമുക്ക് വേണ്ടിട്ടാ. പിന്നെ ഞാൻ ഈ ഒരു സൂപ്പർ ചാറ്റ് കണ്ടേ, അത് 1 ലക്ഷം എന്തോ ഒരു സാധനം. അത് അലക്സ് അത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് തോന്നല്ലേ? 10,000 സംതിങ്. 10,000 എന്തോ IRL സ്ട്രീം ഒക്കെ ചെയ്യാം. അല്ല, അത് 20 ലക്ഷമാണ് ചെയ്തത്. 10,000 രൂപ. ഇന്തോനേഷ്യ. അടിപൊളി. എന്നിട്ട് ഇവര് ഇവിടെ വന്നിട്ടാ ഫുഡ് കഴിച്ചേ. ഇവിടെ വന്നു അടിച്ച് വരവായിരുന്നു. മറ്റേ മീനൊക്കെ ഫുഡൊക്കെ. ഇതാണ് പൈസ ഇല്ലാത്തത്. ഞാൻ ഇല്ലായിരുന്നു. ഇതാണ് പൈസ കാണാത്തത്. അരുണളിയൻ ഉണ്ടായിരുന്നു, ഉല്ലാസം ഉണ്ടായിരുന്നു. അടിപൊളി. അഖിലേഷില്ലാന്ന് ചിരിക്കണം. ഇന്ന് നമുക്ക് കഴിക്കണം. ഇന്ന് കഴിക്കാം കേട്ടോ. മച്ചാനൊരു വിഷമം പോലെ. ഞാൻ പറഞ്ഞത് മാത്രം എടുത്താതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ്. അടിപൊളി. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് നിങ്ങളൊക്കെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അങ്ങനെയല്ല, പോഡ്കാസ്റ്റിൽ അങ്ങനെ ഒരുപാട് പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ടീമുകളാണ്. പക്ഷെ കാർത്തിക്കിന്റെ വ്ളോഗ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര്, നമുക്ക് വേറെ ഒന്നുമില്ല, കാർത്തിക്കിന്റെ വ്ളോഗ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ആ കമൻ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ റീൽ ഇഷ്ടം പോലെ ഉല്ലാസം, ഇഷ്ടം പോലെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് മാത്രം അത് എന്താണെന്ന് അറിയണം, കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് മാത്രം അല്ല, അത് എന്തായാലും എനിക്ക് ഞാൻ ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അതല്ല അങ്ങനെ ഈ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ, സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നമ്മൾ തിങ്ക് ചെയ്ത് തരാം, കാർത്തികിനെ വിളിച്ചു കൊടുക്കണോ, സംസാരിക്കണോ എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. നമ്മളാൽ കഴിയുന്നൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഞാനായാലും അഖിലേഷ് ആയാലും ആഷിക്കും കല്യാണം കഴിഞ്ഞ് അന്നിരുന്ന് നമ്മൾ പേഴ്സണലി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അത് അവനോട് നമ്മൾ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമില്ല. നീയും പറഞ്ഞാണ് കോവക്കുറുപ്പ് പോലെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന സീനേ ഉള്ളൂ. മഴ പെയ്യുന്ന മതളം അങ്ങോട്ട് പോകും. കോവക്കുറുവ് മറ്റേ ഇതുണ്ടല്ലേ, അതിലെന്തുണ്ടല്ലേ, പറഞ്ഞ കുഴപ്പമില്ല. അല്ല, മനസ്സിലായോ സംഭവം മനസ്സിലായി. നമുക്കൊരു എഫേർട്ട് ഇട്ട് അതൊന്ന് സെറ്റ് ആയിക്കൂടെ? ഇത് ആക്ച്വലി സംസാരിക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് ടൈം എടുക്കും. ഒരു ടൈം കൊടുത്താൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. അല്ല, അത് പേഴ്സണൽ ടൈം ഇത്ര എടുത്തില്ലടാ ഉല്ലാസവനെ, ഇത്രയും നാളും എടുത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അത് പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം അത് ഇപ്പം എൻ്റെ സാധനങ്ങളെന്ന് വെച്ചാൽ എനിക്ക് അവനും കൂടെ സംസാരിക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കണം, അതിനുശേഷം പറ്റും. അതിപ്പം വേറെ ഒരാൾ വന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്നാൽ അങ്ങനെയൊന്നും ഒരു കാര്യം നടക്കില്ല. അത് തമ്മിൽ തന്നെ സംസാരിക്കേണ്ട ഒരു സാധനമാണ്. ചിരിക്കുന്നുണ്ട് അഖിലേഷ്, നീ മീഡിയേറ്റർ ആയിടാ. മറ്റേ ട്രംപിന്റെ സംഭവം ഞാൻ ആലോചിച്ചത്. അല്ലെ, ട്രംപും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു സംഭവം ഇല്ലേ? മച്ചാനെ ട്രംപ് ആയിട്ടാണ് ഇല്ല, ഞാൻ അങ്ങനെ ഏറ്റെടുക്കില്ല. എനിക്ക് അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വിളിക്കുമായിരുന്നു, സംസാരിച്ച് നോക്കടാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പേരൊക്കെ ഏറ്റെടുക്കാം. അതിൻ്റെ താല്പര്യമില്ല. ഞാൻ ട്രംപ് ആവുന്നില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. നീ ഇത് മൈക്ക് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇല്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ചെറ്റ പരിപാടികളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല. നിങ്ങൾ രണ്ട് സൈഡും കേൾക്കണമെന്നുണ്ടായിരുന്നു. രണ്ട് സൈഡും ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാതിരുന്നിട്ടില്ല ഇത്രയും നാളായിട്ട്. അവൻ്റെ സൈഡ് കേട്ടിട്ട് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാതിരുന്നിട്ടില്ല. ഞാൻ എവിടെ വെച്ചാൽ കണ്ടാലും ഞാൻ മിണ്ടും. എന്താണെന്ന് വെച്ചാൽ റെസ്പെക്ട്, അതൊരു ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടാണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അരുണേ, ഹാപ്പി അല്ലേ? നിന്റെ പടം ഇപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടില്. അത് അത്രയും വാല്യൂ ഉള്ള. അല്ല, അരുൺ, അടുത്ത ചോദ്യം എനിക്ക് എല്ലാരുമായിട്ട് പ്രശ്നമുണ്ടല്ലേ? അല്ല, നീ ഇല്ല, ചുമ്മാടാ. എന്റെ വിശേഷം കൂടെ. എൻ്റെ വിശേഷം എനിക്ക് ഒരുപാട് മാറിയടാ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് മാറി. കാരണം നിങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കാർത്തിക്കിന് കൊടുത്ത പണി കുറച്ച് കുറഞ്ഞു എന്ന്. ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി കുറച്ച് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. നീയാണ് വിനു. അപ്പൊ ശ്രീകാന്തല്ല കേട്ടോ, സോറി. പക്ഷെ അത് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, പണി കൊടുക്കണം അങ്ങനത്തെ രീതിയിലല്ല പറഞ്ഞത്. കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. മറ്റേ അവന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന മായും മച്ചാൻ വരും ഇപ്പൊ വരും ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ എന്റെ കല്യാണത്തിന് ശ്രീകാന്ത് വന്നിട്ടുണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു. കാറിയിരുന്ന് വെപ്രാളപ്പെട്ടൊക്കെ എനിക്ക് ഉറപ്പായിട്ട്. നീ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് പറ്റില്ല, അയ്യോ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വാല്യൂ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയാമോ, ഞാൻ മച്ചാ കാർത്തികിന്റെ കല്യാണം ടൈമിൽ മച്ചാ ഒരുപാട് മാറി അല്ലേ? പണിയുടെ ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാന്ന് വിചാരിച്ചു. അതെന്താന്നറിയാമോ, എൻ്റെ കയ്യിൽ ഒരാളുണ്ടായിരുന്നു 2 വയസ്സായ എൻ്റെ കൊച്ചുണ്ടായിരുന്നു. ഞാൻ ഇനി ഈ കോക്കറിയൊക്കെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് പ്രാങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സമയമാകുമ്പോൾ റിയലൈസ് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആ സ്റ്റേജ് എത്തി. ഞാൻ വയസ്സ് 35 കുറെ ചെയ്തിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവന്റെ കല്യാണത്തിന് പോയി പണി കൊടുക്കുന്നത്. ആ പണിക്ക് ഇവനുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങളില്ലായിരുന്നോ? ഇവനും ബുറൂജും പിന്നെ മായച്ചേട്ടും കൂടെ ഇറങ്ങി. പിന്നെ ഒരു വൃത്തിയിട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നമ്മളെ പാസ്റ്റ് കാണുമായിരിക്കും. ആ പാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനിരിക്കുന്നത്. പക്ഷേ ഈ പാസ്റ്റ് ആരും ശ്രദ്ധിക്കില്ല. നമ്മുടെ ഇപ്പോഴത്തെ കാര്യം എടുത്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ കേട്ടിട്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചത്, എന്ത് ചെറ്റത്തരമാണ് കാണിച്ചത്, ഇവ ഇങ്ങനെയാണ് കല്യാണം മൊത്തത്തിൽ നശിപ്പിച്ചല്ലോ, ആ സ്റ്റോറി ഫുൾ ഫ്ലിപ്പ് ആവാണ്.
അപ്പൊ അതിന്റെ അപ്പുറത്ത് നിന്ന് ഇപ്പൊ കാർത്തിക് ചെയ്ത കാര്യങ്ങളൊന്നും ആൾക്കാർ ചിന്തിക്കാതെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്ത കാര്യം എടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയ പൂജാകർമ്മങ്ങൾ നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് രണ്ട് സൈഡും നമ്മൾ എൻജോയ് ചെയ്തു. കാർത്തിക്കിന്റെ ഫാമിലിയിലായാലും ആ വർഷയുടെ ഫാമിലിയിലായാലും അവർ ഭയങ്കരമായിട്ട് ഇത് എക്സ്പെക്ട് ചെയ്തിരുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ചെറ്റപ്പരിപാടി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറ്റപ്പരിപാടി ഇൻ ദ സെൻസ് കാർത്തിക് ഒന്ന് രണ്ട് ഐഡിയാസ് പറഞ്ഞാൽ ഉണ്ടായിരുന്ന മൈൻഡിൽ. കാർത്തിക്കിനെ ഞാൻ നിക്കറി നിർത്തിയനെ, ശരിക്കും ഞാൻ നിക്കറി നിർത്തിയനെ. ആ കല്യാണ മണ്ഡപത്തിൽ അവൻ മുണ്ടൂരിട്ടു. അത് കൂടെ ഫസ്റ്റ് നൈറ്റിൽ ഒരെണ്ണം പ്ലാൻ ആയിരുന്നു. അത് ഭയങ്കര വെടിവെക്കൽ പരിപാടി ഉണ്ടായിരുന്നു, അതും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ വൈഫ് മുഖം അങ്ങനെ ആവും. ഫാമിലി പറയും വേണ്ട എന്ന് പറയും. എന്താണ് അപ്പൊ ഇവന്റെ അടുത്ത് പറയുമ്പോഴാണ് ഇവൻ മാത്രമാണ് എന്നെ എപ്പോഴും സപ്പോർട്ട്. ആകെ ഒരു സപ്പോർട്ട്. പിന്നെ ആഷിക്ക് പറയും ചേട്ടാ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആഷിക്കിനെ അറിയാം. അപ്പൊ നിങ്ങൾ ബിനു ആയാലും ശ്രീകാന്ത് പറയും പോലെ ചേട്ടാ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശം ഒരു പ്രശ്നമില്ലേ? ബോധമുണ്ടോ? മറ്റവന് ബോധമില്ലെന്നാണ് നീ പറയണത്. അപ്പൊ അതുകൊണ്ടാകില്ലേ ദാസ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ മുഖം കുട്ടിയെ വരുമ്പോ ഭയങ്കരമായിട്ട് മാറും. നമ്മൾ ഭയങ്കരമായിട്ട് മാറും. അപ്പം ഇനി എന്ത് ചോദ്യം? അല്ലല്ല മാറും നമുക്കറിയാം. അഖിലേഷൊക്കെ ഒരുപാട് മാറിയല്ലേ? അഖിലേഷ് ഒരുപാട് മാറി. അഖിലേഷ് പണ്ട് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്യാറില്ല. ചെറിയ കാര്യങ്ങൾ തന്നെ അഖിലേഷിന് ഒരു മടിയാ, ക്രിഞ്ചടിക്കും. അതുപോലെ തന്നെ എനിക്കിപ്പോ പബ്ലിക്കിലൊക്കെ പോകുമ്പോ ശ്രീകാന്ത് ഭയങ്കര ഒരു ഇതാടാ ആരെങ്കിലും മായനെ പണ്ട് അതൊരു വികാരമായിരുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, വാ ഫോട്ടോ എടുക്കാൻ വാ, മൈൻഡിൽ തന്നെ പറയും വാ എടുക്കാൻ പഠിച്ചിങ്ങനെ വാ എന്ന് പറയുമ്പോൾ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളെ മൈൻഡാണ് വിളിക്കണം വാ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ആരെങ്കിലും ബ്രോ മച്ചായി എന്നെല്ലാം പറയുമ്പോൾ ആ സാധനം പറഞ്ഞ് അതെന്താണെന്ന് അറിയില്ല. പണ്ടൊന്നും ഇല്ലായിരുന്നു, അതിപ്പോ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ കൂടി വരുന്നുണ്ടല്ലേ? പ്രൈവസി വേണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെറുതായിട്ട് ഇതെല്ലാം നിർത്താനുള്ള സമയം. ചോറ് വാങ്ങി പോയപ്പോ പ്രാങ്കൊന്നും അല്ലല്ലോ അല്ല പ്രാങ്കൊന്നും അല്ലല്ലോ. അങ്ങനെ കുറെ സാധനം പിന്നെ ഷോർട്സിലോട്ട് മാത്രമല്ലേ ഷോർട്സ് ഇടാൻ തുടങ്ങി. ഇപ്പൊ റീസെന്റ് യൂട്യൂബ് വെറുതെ ചാവണ്ടെന്ന് വിചാരിച്ച് ഷോർട്സ് ഇടാൻ തുടങ്ങി. ഷോർട്സ് ഇട്ടപ്പോ അനക്കം വന്നു. പിന്നെ കാർത്തിക് സൂര്യയുടെ കല്യാണം വന്നപ്പോഴും അത്യാവശ്യം കയറി തുടങ്ങി. അത്യാവശ്യം നല്ല സന്ദീപിന്റെ കണ്ടന്റ് ഉള്ളത്. കണ്ടന്റ് സന്ദീപിന്റെ ഉള്ളത്. സന്ദീപൊക്കെ ഇടയ്ക്ക് നിങ്ങളെ കാര്യം പറയാൻ കേട്ടാ നല്ലത്. ഞാൻ അവന്റെ അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല. എല്ലാരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളതാണ്. ആരും ഇതുവരെ എൻ്റെ അടുത്ത് കുറ്റപ്പെടുത്തിയോ അങ്ങനെ ഒന്നും നിങ്ങളെ പറ്റിട്ട് സംസാരിച്ചിട്ടില്ല. ഓ അഖിലേഷ് ഇന്നലെ എന്തോ പഠിച്ച് അല്ല അതിൽ നിന്ന് ലാസ്റ്റ് ആ കുടുംബത്തിൽ നിന്ന് വിടുന്ന ലാസ്റ്റ് അഖിലേഷ് ആയിരുന്നു. എൻ്റെ അടുത്ത് ഒരു ദിവസം നേരത്തെ എന്തോ നിർത്താനോ എല്ലാം വയ്ക്കും ഫോക്കസ്ഡ് ആയി അവന്. അതെന്താന്ന് പറയുമ്പോ ഒരു ദിവസം ഇവൻ നോമ്പ് ടൈമില് കാർത്തിക് എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് പേഴ്സണലി ഒന്നും പറയൊന്നുമില്ല. ഞാൻ ഒരിക്കൽ കാർത്തിക്കും ഇവനും നമ്മുടെ സന്ദീപും കൂടെ വീട്ടിൽ വന്നപ്പം പെരുന്നാളിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു എടാ ഇപ്പം അവരെ ഒന്നും കാണാറില്ലല്ലോ. അവര് സുഖമായിട്ടിരിക്കുന്ന വെച്ചാനെ. അപ്പോഴേ ആ ഒരു തോട്ടൽ എൻ്റെ മൈൻഡിലുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് സന്ദീപ് ഒരു ദിവസം നോമ്പ് ടൈം എന്തോ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കാറി നിന്നിട്ട് പോയി മച്ചാനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആര് പോയെന്ന് പറയുമ്പോ അഖിലേഷ് പോയി മച്ചാനെ. അവനും ഇറങ്ങി. പിന്നെ ഞാനും അവനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവന് പോണോന്ന് ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ഓഫ് കോഴ്സ് ഞാനും അങ്ങ് വിട്ടു. പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന രീതിയിൽ. അല്ലാതെ അവൻ പോയി മച്ചാനെ ആ സാധനം ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ചത്. കണ്ണ് നിറഞ്ഞ അഖിലേഷിന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ കൊടുക്കും. ഞാൻ സംസാരിക്കും, ഞാൻ തിരിച്ചു വിളിക്കും. ഒരു സമയം ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, പോവല്ലേ അങ്ങനത്തെ രീതിയിൽ. നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിട്ടുണ്ട്? നല്ല പിണക്കമായിരുന്നു. ഇല്ല പിണക്കമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് അവന് ഭയങ്കര ഹേർട്ടായി. അപ്പം ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും. അത് അടുത്തിരിക്കുന്ന ആൾക്കാരടുത്താണ് ദേഷ്യപ്പെടാറുള്ളത്. അടുപ്പമുള്ളവരടുത്ത് ഞാൻ ദേഷ്യപ്പെടും. അപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ടപ്പോൾ അവനും പെട്ടെന്ന് ഭയങ്കര ഹേർട്ടായി. കാരണം ചേട്ടൻ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വഴക്ക് കിട്ടുമ്പോഴേ, എൻ്റെ അനിയനാണല്ലോ അല്ല ഞാനിവനൊരു സ്റ്റോറി ഉണ്ട്. അതെന്താ പണ്ട് വീട്ടിലൊക്കെ ഇവനും ഞാനും കൂടെ ഈ കുട്ടിക്കളി ഭയങ്കര കൂടുതലാണ്. അതാണ് ഇപ്പൊ കാണിക്കുന്ന ഓരോ കുറുമ്പുകൾ.
നമ്മൾ ബെഡ്റൂമിൽ റെസ്ലിംഗ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിച്ച് ഇവന്റെ തലയിൽ ഞാൻ ഗോലി അടിച്ചു കൊടുത്ത് വീങ്ങി വന്ന് അങ്ങനെ കുറെ ചരിത്രം. ഇവൻ വീട്ടിന്റെ ഫ്രണ്ടിൽ വരുമ്പം വയലൻസ് ആണ്. അതാണ് അവ ഇപ്പൊ വരാത്തത്. പിന്നെ ഇവൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇവൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെയാണ്. ഇവൻ ഗേറ്റ് തുറന്നിട്ട് ചേട്ടോ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കാം. അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ്. ഞാൻ കട്ടിൽ നിന്ന് ചാടിയൊക്കെ എണീക്കും, അവൻ വന്ന് ആശിക്ക് വന്നു, അപ്പോൾ കളിക്കാമല്ലോ എന്ന് പറയുന്ന ഒരു മൈൻഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന ആൾക്കാർ ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് കയറുമ്പോൾ ചില കാര്യങ്ങളിൽ സംസാരം വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവൻ്റെ അടുത്ത്. കണ്ടന്റ് ക്രിയേഷൻ ആണ് എല്ലാത്തിന്റെയും അത് പ്രശ്നം വരും. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ടന്റ് ചിലപ്പം അവന് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്യടാ ഇതേപോലെ ഒരു കണ്ടന്റ് ആലോചിക്കണേന്നാണ്. അവൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കണ്ടന്റ് ആലോചിക്കാൻ കിട്ടാതെ വരുമ്പോൾ എനിക്ക് എൻ്റെ സൈഡ് നോക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ. മനസ്സിലായില്ല, അയ്യോ എന്താടാ നീ കണ്ടന്റ് നോക്കുക ചേട്ടാ, എനിക്ക് അത് നോക്കിയില്ല എന്നാണ്. പെട്ടെന്ന് നിങ്ങളായാലും സംസാരിക്കും, ചിലപ്പോൾ നോക്കാന്ന് പറഞ്ഞു വയ്ക്കുന്ന. അപ്പം സംസാരിച്ചപ്പോൾ അവന് പെട്ടെന്ന് വിഷമമായി. അപ്പം അത് സംസാരിച്ച് തീർത്തല്ലടാ നമ്മൾ ഒരാഴ്ച 2 ആഴ്ചക്കാന്ന് തന്നെ നമ്മൾ സംസാരിച്ചു. നമ്മളുടെ വരാറുണ്ട് എന്തായാലും. എല്ലാവരും നമുക്ക് ഓരോ തോട്ട് പ്രോസസ് ആയിരിക്കുമല്ലോ. അപ്പൊ കോൺഫ്ലിക്ട്സ് ഒക്കെ എന്തായാലും ഉണ്ടാവാറുണ്ടല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലടാ, ചെന്നൈ പോയപ്പോ തന്നെ എൻ്റെ അമ്മോ അത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. 3 പേരും കൂടെ പോയിട്ടെ നിങ്ങൾ അല്ല ദേഷ്യം വരെ ഇല്ല. ചിലപ്പോ ഞാനാണെങ്കിൽ ചിലപ്പോ ഞാൻ തിരിച്ചു പറയാം, നീ അല്ലടാ അത് ഇങ്ങനെ. അങ്ങനത്തെ സംഭവമൊന്നുമില്ല, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ ഈ അന്ന് ഇങ്ങനെ ഒരു ദിവസം മൊത്തം നമ്മൾ നടന്ന് അത് ഭയങ്കര തൊല്ലയായിരുന്നു. അത് നമ്മൾ കഷ്ടപ്പെട്ടു പോയി. അപ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അഖിലേഷ് ഒന്നും ദേഷ്യപ്പെടാറില്ല. അഖിലേഷിന്റെ അടുത്ത് ദേഷ്യപ്പെടാറുള്ളത് മണ്ടത്തനങ്ങൾ കാണിക്കുമ്പോൾ എല്ലാം പറയും. പക്ഷെ അഖിലേഷ് അങ്ങനെ ദേഷ്യപ്പെടാറില്ല. അവൻ കുറച്ച് പേഷ്യൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അവൻ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അഖിലേഷ്. അപ്പൊ ഞാനൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഞാൻ അഖിലേഷിന്റെ അടുത്ത് ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഓർമ്മ ഉണ്ടോ? വിളിച്ച ഒരു ദിവസം കല്യാണത്തിന്റെ കേസ് പറഞ്ഞ്, കല്യാണത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട്, കല്യാണ മണ്ഡപത്തിന്റെ കാര്യം ഫോൺ വിളിച്ചിട്ട് ഞാൻ പുറത്തു പോയി അത് ലീക്കായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്റെ പഴയ എഡിറ്ററാണ് അവൻ ഒരു സാധനം പറഞ്ഞു. അവൻ ഓർമ്മയില്ല, അവൻ അതൊക്കെ അപ്പോഴേ ഒന്നും മനസ്സിൽ വെക്കണില്ല. ഓർമ്മ ഉണ്ടോ? ഇല്ല അഖിലേഷ് അരുൺ ദേഷ്യം ഒന്നും വിടർന്ന് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അഖിലേഷിനെ അങ്ങനെ സാധനമല്ല സംസാരത്തിന്റെ ഇടയിൽ. അവൻ ഭയങ്കര കാമായിട്ടിരുന്ന കേട്ട മച്ചാൻ അല്ല ഞാനത് ചിന്തിച്ചില്ല മച്ചാൻ എങ്ങനെ എങ്ങനെയെന്നാണ് അവൻ തിരിച്ച് റെസ്പോണ്ട്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് അവൻ പ്രതികരിക്കും ആണല്ലേ. അപ്പൊ പ്രതികരിച്ചില്ല, അവൻ പ്രതികരിച്ചില്ല. അപ്പൊ അത് ഞാനാ പ്രതികരിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും സീൻ ഉല്ലാസായിരിക്കും. ഉല്ലാസ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കാറുണ്ട്. ഉണ്ട്, അല്ല അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും. ലിമിറ്റ് പോകും. ഉല്ലാസിനാണ് ഇതിന് കൂടുതൽ ടെൻഷൻ വരണം. കാര്യം അവനാണ് ഈ ക്യാമറയ്ക്ക് പറയില്ലെന്ന് നോക്കണം. അപ്പൊ അവനറിയാം നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ചില സമയത്ത് നിൽക്കുന്നത്. നമ്മുടെ ഒരു ഫണ്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ തോന്നിയ പോലെ കാണിക്കും. അവനൊരു ചിട്ടയുണ്ട് ഇങ്ങനെ വേണം. അല്ല ഇവരാളെണ്ണം കൂടി കഴിയുമ്പോ പിന്നെ ഒരു ബഹളമാണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്കും പ്രശ്നമാണ്. ആട്ടിടെ കണക്കാണ് നമ്മുടെ ഉല്ലാസിന്റെ കുറ്റം പറയാനാണ് എനിക്കുണ്ട്. ഞാൻ ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ട് അടുത്ത പറയാൻ വേണ്ടി വന്നതാണ്. നീ പറഞ്ഞു. അല്ല ഉല്ലാസ് ഭയങ്കര ഇങ്ങനെ ചുമ്മാ ഇരിക്കത്തില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഉല്ലാസിൻ്റെതായ ഒരു രീതിയുണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം. ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ഉല്ലാസിന്. അപ്പം അവർ കുറച്ച് റിജിഡിറ്റി ഉണ്ട്. ഓക്കെ, മനസ്സിലായി, കുഴപ്പമില്ല. ഇത് കൊള്ളാം കേട്ടോ. ടീം പുതിയൊരു സാധനം അപ്പുറത്ത് ഇന്ന് ഞാൻ ഇറങ്ങാണ്. അപ്പൊ എന്തുപറ്റി ധോനിയെ പോലെ ഒരു പോസ്റ്റ്. അതറിയാലോ, ഞാൻ വർക്കൗളിക്കാണ്. ഭയങ്കര ഒരു ചുമ്മാ ഇരിക്കത്തില്ല. എനിക്കൊരു തംബ്നെയിലൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. 2 3 എന്തോ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കൊരു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവന് നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, കാരണം നീ കാശ് കൊടുത്തിട്ടില്ല. പക്ഷേ നീ ചെയ്തു കൊടുത്ത കാര്യം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബർമാരെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ ആശാൻ ചെയ്തിരുന്നു. ഭയങ്കര അന്ന് ഞാൻ തുടങ്ങിയ സമയം ഞാൻ നോക്കിയപ്പോ എന്റെ ഫോട്ടോ ഇല്ല. എന്നാ പിന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ മാനത്ത് മറ്റേ മാതാവ് ഉദിച്ചു എന്റെ ഫോട്ടോ വലുതായിട്ട് ഞാൻ മുകളിൽ കട്ട് ചെയ്തു. അതിനെ നശിപ്പിച്ച് അവ അതിനെ ക്രോപ്പ് ചെയ്ത് മാനത്തുനിന്ന്
ആ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. കഷ്ടപ്പെട്ട് സിസ്റ്റത്തിൽ ഞാൻ അല്ല അത് യൂട്യൂബേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റി. ഇപ്പോഴൊക്കെയാണെങ്കിൽ പെട്ടുപോയത്. ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കര റീച്ച് കുറവാണ്, ഭയങ്കര സീൻ ഇപ്പൊ ഇത്തിരി എനിക്ക് അങ്ങനെ പറയുന്നുണ്ടല്ലേ എല്ലാരും. ഇപ്പൊ പക്ഷെ കുറെ ഫാമിലി വ്ളോഗ്സ് ഇഷ്ടം പോലെ ആൾക്കാര് വരുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും ശ്രീകാന്തെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ശ്രീകാന്തെ ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലി ഇല്ലാത്തോണ്ട് അറിഞ്ഞോ, ഞാനാണെങ്കിൽ ഷെയർ ചെയ്യൂലായിരിക്കും. ശരിയല്ല, ഓരോരുത്തരുടെ ഇഷ്ടമല്ല. ഉല്ലാസ് എന്താ? ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളും പലതും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അതെ. പക്ഷെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആണ്, അതെന്താണ് അകത്താണ്. പക്ഷേ മാർക്കറ്റ് അതിനാണ്. മാർക്കറ്റ് അതിനാണ്. ആണ് കൂടുതൽ മാർക്കറ്റ് അതിനാണ്. മാർക്കറ്റ് അതിനാണ്. അപ്പോൾ യൂട്യൂബിലും മാർക്കറ്റ് അനുസരിച്ച് ഒരു ബിസിനസ് മൈൻഡിൽ പോകണമെങ്കിൽ അതാണ് ഇപ്പോഴും മാർക്കറ്റ്. അപ്പോൾ ഒന്ന് അഭിനയിച്ചിടാം വേണമെങ്കിൽ. ചെയ്യാം. ഈ ബിഗ് ബോസ് ഒക്കെ ഏകദേശം അതിന്റെ ഒരു മാഹി മച്ചാൻ നല്ലൊരു ചാൻസ് അല്ലേ അഭിനയിക്കാൻ പറ്റുന്ന പറഞ്ഞ കേട്ടാ. തിരിച്ചടിച്ച ബ്ലോഗായിട്ട് ജസ്റ്റ് പോണ പോലെ നല്ല ഇതല്ലേ. ഒരു പ്രസവം കൂടെ വന്നു കഴിഞ്ഞാൽ ബേഷ്. ഓ ഇതെല്ലാം മാഹി മച്ചാൻ അഭിനയം മാഹി മച്ചാൻ പറ്റുമെന്ന് അപ്പൊ നമുക്ക് പ്രസവം അത് കിംസിൽ എടുക്കണം അല്ലേ? എവിടെയാണ് കിംസാണ് ഇപ്പൊ സൗകര്യമുണ്ട്. അഖിലേഷ് ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. ന്യൂജൻ സീരിയലാണ് ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗ് പറഞ്ഞായിരുന്നു. ശക്തമായിട്ടുള്ള ഒരു ഇത്. ഒന്ന് എടാ നിനക്ക് അഖിലേഷിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കണമല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഖിൽമാരാര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നാണം കെട്ടും റീച്ച് നേടുവിൻ, നാണം മാറി റീച്ച് മാറ്റിയിടും. നാണം കെട്ടും പണം. ബിഗ് ബോസിലൊക്കെ വിളിച്ചാ പോവും. നമ്മള് അന്ന് അവരിന്ന് കഥയൊക്കെ പറയണ്ടേ? അങ്ങനെ സംസാരിക്കാൻ അപ്പൊ ഈ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കണം. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് വോട്ട് തരൂല. അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലെ കഥ പ്രസന്റ് ചെയ്യണ്ട. അവര് ഭയങ്കര ഇമോഷണൽ മെറ്റീരിയൽ അല്ല. അതെ, ഇമോഷണലായിട്ട് കരഞ്ഞൊക്കെയല്ലേ സംസാരിക്കും. നമുക്കത് ഹരിദാസ് എന്ത് പറയും? അങ്ങനെ ഒരു വിഷമഘട്ടം അത് അങ്ങനെ പറയാനുള്ള പ്രസന്റേഷൻ ഒരു സംഭവം അതാണ്. നമുക്ക് ഇപ്പം അതിലിങ്ങനെ നമ്മുടെ കഥകൾ പറയണമല്ലോ, അത് എങ്ങനെ പറയുമെന്നാണ്. കഥ ഇല്ലാന്ന് പറയണം പോയിട്ട്. എനിക്ക് അങ്ങനെ സ്പെഷ്യൽ എനിക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. അല്ല മറ്റേ അങ്ങനെ ഒരു കഥ പറഞ്ഞില്ലേ പണ്ട് സനയുടെ? അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി പറ. ആ പട്ടിയുടെ കഥ പറഞ്ഞാൽ മതി. പൊട്ടി കുച്ചുപട്ടി. അല്ല നിങ്ങളുടെ വീട്ടില് ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ള പാവം. ആ വിളയിൽ പറഞ്ഞ അവൻ എന്തായടാ? അവിടെ ഉണ്ട്, കുറച്ചു നാളായി കണ്ടിട്ട്. പാവം പട്ടി. അതിന് ഫുഡ് കൊടുക്കാൻ അവിടെ ആളുണ്ട്. മായിമച്ചൻ ഇഷ്ടമുണ്ടോ ബിഗ് ബോസിൽ പോവാൻ? പക്ഷെ മായിമച്ചൻ നല്ലൊരു മായിമച്ചന് പറ്റും. നല്ല മെറ്റീരിയൽ ആണ്. എനിക്ക് പോവാൻ ഇത് ചാൻസ് വന്ന്, അപ്പം എന്നെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ്, പക്ഷെ ഞാന് പോയില്ല. കാരണം അത് വില പോകുന്ന പറഞ്ഞ ഒരു സാധനം. നല്ല ഇളക്കി വേണ്ട. എന്നിട്ട് നീയൊക്കെ തന്നെ അവിടെ റിവ്യൂ ഇടും. മാഹീൻ മച്ചാൻ ഉറപ്പായിട്ട് റിവ്യൂ ഒരു എല്ലാ സിനിമയ്ക്കും ഇപ്പൊ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യും. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ അതാ. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ മസ്താനി ആ പുള്ളിക്കാരിയൊക്കെയാണ് കുറച്ചൊക്കെ മോശമായി പോയത്. അല്ലാണ്ട് ബാക്കിയാരും പുറത്തിറങ്ങിയവരും മോശം കേട്ട സ്ഥിതി വെച്ചിട്ട് ഇറങ്ങുന്നവര് പലരും ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആയി പോകുന്നു എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോഴും ചിലര് ബിഗ് ബോസിലെ പ്രമുഖനായിട്ടുള്ള ഫസ്റ്റ് സീസണിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചിലര് പോയി ഈ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം പലർക്കും ഓവർകം ചെയ്തു വരാൻ ഭയങ്കര പാടാണ്. അതിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഒരു ഇമ്പാക്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ പ്ലാനുകളായിട്ടായിരിക്കും പോകുന്നത്. 5 ദിവസം ഞാൻ കട്ടയ്ക്ക് അഭിനയിക്കുമായിരിക്കും, 6ാമത്തെ ദിവസം എൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ വരും, പൊട്ടിത്തെറിക്കും. പിന്നെ അവിടെ നമ്മൾ ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴായിരിക്കും സംസാരിക്കുന്നത്. അവനായിരിക്കും ഏറ്റവും ക്രോക്കറ്റ് മൈൻഡ് ഉള്ള ഒരു വ്യക്തി. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നവര് പലരും ഈ എഡിറ്റിൽ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. എഡിറ്റിൽ നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്, ഞാൻ ഭയങ്കര മെറ്റീരിയൽ ആയിരിക്കാം, ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും, എനിക്കൊരു അതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ ട്വിസ്റ്റ് ആവും എന്ന് പറയുന്ന സാധനം, ഏത് സൈഡ് കാണിക്കുന്നുള്ളതാണ്. കണ്ടസ്റ്റൻസിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അനീഷിനെ ഇഷ്ടപ്പെട്ടു. ആദ്യം എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷെ അവൻ എന്തോ ഒരു എവിടെയൊക്കെയോ രസമായിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന പോലെ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് തോന്നിയിട്ടില്ല. രേണുസുതിയൊക്കെ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് വരെ കാണുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് ചില സമയം ഈ ബിഗ് ബോസ് ഒരു 3 സീസണിനൊക്കെ മുന്നേ, ഇതിന് മുന്നേ ഉള്ള സീസണിലൊക്കെ എനിക്ക്
ഒരു ദേഷ്യമൊക്കെ വരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തോ തെരുവ് അത് വരും വരുമല്ലേ? അത് വരും. അല്ല പക്ഷെ ഇത് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ബ്രോ, കാരണം കണ്ടോണ്ടിരിക്കാൻ പിന്നെ ചില അതെ ലാലയുടെ ഭയങ്കര ചേഞ്ച് കേട്ടോ, അത് പറഞ്ഞ ഒരു ഇതും സ്ട്രോങ് ആയല്ലേ? കുറച്ചും കൂടെ സ്ട്രോങ് ആയ ഒരു അഗ്രസീവ് ലുക്ക് ഉണ്ട് പുള്ളിക്ക്. അഗ്രസീവ്നെസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ലൈൻ കട്ടിന്റെ ടൈമായി. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. വളരെയധികം സന്തോഷം, ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ പങ്കുവച്ചു. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടുതലും സംസാരിച്ചത് തർക്കങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. നിങ്ങളും അത് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വിഷമമൊന്നുമില്ലല്ലോ ചോദിച്ചില്ല. ഭക്ഷണത്തിലോട്ട് നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു നമ്മളിത് ചോദിക്കും അല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് കണ്ടോ കാർത്തിക് സൂര്യയുടെ? ഉല്ലാസ് ഏതോ ഒരു വ്ളോഗില് പറയുന്ന IR സ്ട്രീമിൽ കണ്ടില്ല, ഞാൻ പകുതി വരെ കണ്ടു എന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കാണണം. സൂര്യ മായി മച്ചാനായിട്ടുള്ള പോഡ്കാസ്റ്റ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഞാനെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ സേനും. അപ്പൊ പറഞ്ഞു ഞാൻ കണ്ട. അപ്പൊ ആരും പലരും പറഞ്ഞില്ല നോക്കി കാണണം എന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞില്ല ഞാൻ കണ്ടായിരുന്നു പകുതി വരെ എന്ന് പറഞ്ഞു. മൊത്തം കണ്ടില്ലല്ലോ അപ്പൊ? കണ്ട് മറ്റേ എന്നാ അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്റെ അടുത്ത് അവൻ പറയട്ടെ. പറ, കണ്ട കാര്യം പറ. നീ എന്ത് മരിച്ചു വേണേ പറ. ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ലേ? ഇന്ന് പോയിട്ട് കാണണം കേട്ടാ. കണ്ടു. എന്നാ ഞാൻ അതില് 37-ാം മിനിറ്റ് ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും അതിന്റെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടിപൊളി. താങ്ക് യു മച്ചാനെ, താങ്ക് യു.